അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇറങ്ങിയ കുറേ പടങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ എല്ലാം ഒന്നും റിവ്യൂ ചെയ്തിട്ടൊന്നുമില്ല. കാര്യം ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ കാണും, പുള്ളി കാണും, അവരും കാണും, അങ്ങനെ ആയിരിക്കും നമ്മൾ കാണും. നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി കാണുന്ന ഒരു ടൈമില്ല, സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കണ്ട കുറച്ച് പടങ്ങളുടെ റിവ്യൂ ഞാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ അടുത്ത ആഴ്ചയൊക്കെ ഇറങ്ങി അതിന് മുമ്പ് ഇറങ്ങിയതും പിന്നെ അതല്ലാതെ നമ്മൾ OTT കണ്ട പടങ്ങളും എല്ലാം ആയിട്ട് കുറേ പടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് വെറുതെ അതിനെപ്പറ്റിയൊക്കെ ഒരു ഭയങ്കര റാൻഡമായിട്ട് കുറേ കാര്യം സംസാരിക്കുക എന്നുള്ള ഒരു ലൈനിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതൊരു റിവ്യൂ ആയിട്ട് കൂട്ടാമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ടേക്കാണിത്. ഇപ്പം നമുക്ക് ആ പടം കണ്ടപ്പോൾ നമുക്ക് എന്ത് തോന്നി എന്നുള്ള പറ്റിയുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലെ അല്ലേ, എന്താ പറയണ്ടേ, അങ്ങനല്ലേ? കൂടുതൽ ഈ ഡീറ്റെയിലിങ്ങിനൊക്കെ പോകുന്നില്ല, റിവ്യൂ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പോഡ്കാസ്റ്റ് ഒക്കെ പോലെ. അതെ, അതായത് നമ്മളിപ്പം ഇങ്ങനെ ഒരു പടത്തിന്റെ റിവ്യൂ എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വിലയിരുത്തൽ എന്നുള്ള ലൈൻ ഓഫ് ടോക്ക് ഇനി വളരെ കുറവായിരിക്കും. നമ്മളിങ്ങനെ പടം കാണുന്നു, അതിനെപ്പറ്റി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് എന്നുള്ള ലൈൻ ആയിരിക്കും. അതെ, നമുക്ക് അതിനകത്ത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പം വിമർശിക്കണം തോന്നും. സോ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ 3 പേര് ഇങ്ങനെ വാദം ഇങ്ങനെ കൊണ അത് പറയുന്ന ഒരു പരിപാടിയാണ്. പോഡ്കാസ്റ്റിലൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള വിളിക്കാം അല്ലേ? ഡിസ്കഷൻ ഇതിന് നമ്മൾ ഡിസ്കഷൻ ഉറപ്പായിട്ടും വിളിക്കും, അടിക്കും. അത് വിളിക്കണ്ടേ? അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിത് കുറച്ച് ഫണ്ണായിട്ടൊക്കെ പോകാന്നുള്ളൊരു വൈബിലാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ പല പടങ്ങളുടെ സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഡിസ്കഷൻ വീഡിയോ സിനിമ കണ്ടതിന് ശേഷം കാണുക അല്ലേ. അപ്പം ഇതിൽ ഞങ്ങളിങ്ങനെ ഒരു പടം അതിൻ്റെ അടുത്ത പടം അങ്ങനൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഇത് കാണണോ എന്നുള്ള അഭിപ്രായത്തിനല്ല, അങ്ങനെ ആ ലൈൻ സംഭവില്ല. നിങ്ങൾ തന്നെയാണ് നമ്മളെല്ലാം അതെ. അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു പടത്തിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു, അടുത്ത പടത്തിൻ്റെ ഡിസ്കഷൻ അങ്ങനെയല്ല. നമ്മൾ റാൻഡം പട്ടിനെ കണ്ട പടങ്ങളെ പറ്റി ഞങ്ങൾ പറയാം. അപ്പോൾ ഒരുപാട് ചില പടങ്ങളെ പറ്റി നമുക്ക് അധികം സംസാരിക്കാനില്ല, കണ്ടിട്ട് നമുക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഒരു സിനിമ കണ്ടു ആ സിനിമ കണ്ടു അങ്ങനെയല്ല, നമ്മളിതിങ്ങനെ ചിലത് മിക്സായി വരും അല്ലേ. ഒരു പടത്തിൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അടുത്ത പടത്തിന് ഡിസ്കഷൻ കയറി വരാം. അത് തന്നെ പരിപാടി, അതാണ് ഒരു സംഭവം. സോ ഇത് നമ്മുടെ ഒരു ടെസ്റ്റ് വീഡിയോ അല്ലേ. ഇത് നമ്മൾ ടെസ്റ്റ് അടിക്കുക. കാര്യം നമുക്കിപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് എപ്പോഴും വീഡിയോ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വീക്ക്ലി ഒരു വീഡിയോ ഇറക്കുക എന്നുള്ളൊരു ഐഡിയ ഉണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോയ്ക്ക്. സോ നിങ്ങളുടെ സമയം പോലെ എപ്പോഴെങ്കിലും ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ കേട്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് അല്ലേ. അപ്പോൾ അതിനാണല്ലോ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ ചുമ്മാ വീഡിയോ പറയുന്നത് കേട്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. താല്പര്യമുണ്ടെങ്കിൽ അല്ലേ, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങളിത് കാണണം എന്ന് ഞങ്ങൾ ഉറപ്പൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം അല്ലേ. ചാനലിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇടുക വേണ്ടി ഇട്ടിരിക്കുന്ന വീഡിയോ ആണ്. അതെ, പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് പടമാണ് നമുക്കിപ്പോൾ ആക്ച്വലി കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ തിയേറ്ററിലൊക്കെ ഇറങ്ങിയ പടങ്ങളാണ്. അപ്പം ഞങ്ങൾ രണ്ടും കണ്ട 2 സിനിമകൾ ഡ്രാഗണും ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലല്ല പിന്നെ തരുന്നു ചാവ ഓക്കെ. പിന്നെ ഞങ്ങൾ 3 പേരും കണ്ടതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതും ഞങ്ങൾ 3 പേരും ഒരുമിച്ചല്ല കണ്ടത്. ഞങ്ങൾ ഫസ്റ്റ് ഡേ അല്ല, നമ്മൾ സെക്കൻഡ് ഡേ പടം കണ്ടത്. സെക്കൻഡ് ഡേ ഞങ്ങൾ 2 പടം കണ്ടു, തേർഡ് ഡേ ആണ് അവൻ കാണുന്നത്. ചാവ ഇറങ്ങി പിന്നെ ചാവ ഇറങ്ങിയിട്ട് ഒരാഴ്ച മേലായി അല്ലേ അല്ലേ. ചാവ ആലപ്പുഴയിൽ റിലീസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ തൊട്ടടുത്ത് കോട്ടയത്ത് ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തൊട്ടടുത്ത് കോട്ടയത്ത് ഒരു ഷോ. അതെ, അത് ഞങ്ങൾക്ക് ഏറ്റവും എളുപ്പം. ഇവിടുന്ന് കൊച്ചി പോകുന്നതിനേക്കാൾ എളുപ്പം കോട്ടയത്ത് പോകുന്നതായതുകൊണ്ട് മാത്രം കാറും എടുത്ത് നേരെ കോട്ടയത്ത് പോകുന്നു, ചാവ കാണുന്നു, തിരിച്ചു വരുന്നു. അതെ, ഞങ്ങളെ പോലുള്ള പോഡ്കാസ്റ്റേഴ്സിന്റെ സഹായിക്കാൻ വേണ്ടി ആലപ്പുഴ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവിടെ കൂടെ പടം ഇറക്കണം. അതെ അത് തന്നെ, അത് ശരിക്കും 1000 രൂപ ചിലവാണ്. അതായത് ഇപ്പൊ ഈ പടത്തിന് കുറെ നല്ല റിവ്യൂസ് വന്നിട്ട് ഇവിടെ ഒന്നും അതിന് റിലീസ് വന്നില്ല ഇല്ലേ. ഒരാഴ്ച കഴിഞ്ഞു, ഞങ്ങൾ കാണുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പടം. ആ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ പടത്തെപ്പറ്റി ഒരുപാട് പേര് ഭയങ്കര നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെജോറിറ്റി ഓഫ് റിവ്യൂവേഴ്സും എല്ലാവരും സിനിമയെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം നമ്മൾ ആ റിവ്യൂസ് എല്ലാം കാണുന്നുണ്ട്. സോ സിനിമ കാണാൻ പോകുന്നത് ഓക്കെ, അതിൽ എന്തോ ഒരു ട്രെയിലർ കണ്ടപ്പോഴും ഭയങ്കര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും നമുക്ക് ഇല്ലായിരുന്നു. ആക്ച്വലി ട്രെയിലറിൽ കാണുമ്പോൾ എന്ത് തോന്നുന്നു അത് തന്നെയാണ് സിനിമ. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ലൈൻ എന്ത് ലൈനിലാണ് എന്ത് ഉദ്ദേശിച്ചാണ് സിനിമ എടുക്കുന്നത് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു. അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ വെച്ചിട്ട് മാസ് പടം ചെയ്യും. മാസിലും കുറച്ച് മേലെയാണ്. ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം മാസ് ചെയ്യാവുന്നതിനൊരു ലിമിറ്റ് പലരും വെക്കാറുണ്ട്. ഇതും അധികം വെച്ചിട്ടില്ല. കുറച്ചുകൂടെ ഒരു ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യുന്ന ഇഷ്യൂ എന്താന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനെ കുട്ടിക്കാലം തൊട്ട് കേട്ട്
ഒരു ലാർജർ ലൈഫ് ഫിഗർ ആയിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവർക്കിത് കുറെ കൂടെ വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അത് അവരെ സംബന്ധിച്ചോളം ഈ ക്യാരക്ടറിനെ അവർ സ്ക്രീനിൽ കാണുക, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും അവരത് എല്ലാം മറന്നു പോകും. ബാക്കിയുള്ള കഥയായിട്ട് കേൾക്കുമ്പോൾ കുട്ടിക്കാലത്ത് കേൾക്കുമ്പോഴേക്കും നമ്മളൊരു ലാർജർ ദാൻ ലൈഫ് ആയിട്ട് അതിനെ നമ്മൾ മനസ്സിൽ കാണും. അപ്പോൾ അത് വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് അതിനെ അങ്ങനെ തന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കുറെ കൂടെ അവർക്ക് അപ്പൊ അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ കുറെ കൂടെ വലിയ റിവ്യൂസ് വരുന്നത്. അപ്പം നമുക്കിവിടെ ഈ ക്യാരക്ടേഴ്സ്, ഇതിന്റെ കൂടെയുള്ള സൈഡ് ക്യാരക്ടേഴ്സ്, ഈ കഥയൊക്കെ നമ്മൾ ഈ പടത്തിലൂടെയാണ് കുറെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചു, നമുക്ക് കുറെ ക്യാരക്ടേഴ്സിന്റെ പേര് ഇവർ ആരാണ് അതൊക്കെ ഒരു ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ ഇയാൾ ആരാന്ന് നമുക്ക്. അതെ ഒരാള് സ്പോയിലർ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒരാൾ മരിക്കുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് അയാളുടെ മരണത്തെ നമ്മൾ ഓർത്ത് വിഷമിക്കുന്ന സീനുകളുണ്ട്. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ മരിച്ചത് ചോദിക്കണം, ഓ അത് മാമനാണോ എന്ന് പറഞ്ഞാണോ. അതായത് ഇവരിങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, നിന്ന ക്യാരക്ടർ ഒന്നും അങ്ങനെയല്ല, അത് അവർ ചെയ്തിട്ടുണ്ട്, പടത്തിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ എസ്റ്റാബ്ലിഷിങ് ഉദ്ദേശിക്കുന്ന നമ്മളെ ഉദ്ദേശിച്ചല്ല. ഈ ക്യാരക്ടറിനെ അറിയാവുന്ന ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊരു മിനി സീൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കുറെ കൂടെ ടൈം എടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്താലേ നമുക്ക് രജിസ്റ്റർ ആകത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്, അതേ ഉള്ളൂ. പിന്നെ സിനിമയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ സംഭവം ഔറംഗസേബിന്റെ ക്യാരക്ടറാണ്. ക്യാരക്ടർ എന്നല്ല, അത് ചെയ്ത ആളും, അതായത് അക്ഷയ് ഖാനെയാണ് ചെയ്തത്. അക്ഷയ് ഖാന്റെ ആക്ടിങ്ങും അതായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ സിനിമയിൽ കണ്ടോണ്ടിരിക്കാൻ നമുക്ക് അയാൾ മാത്രമേ കുറച്ച് അല്ലേ. ഇൻഫാക്ട് ആക്ടിങ് വൈസ് ആണെങ്കിലും ഒരു പരിധി വരെ റൈറ്റിംഗ് വൈസ് ആണെങ്കിലും ഔറംഗസേബിന്റെ ക്യാരക്ടർ ഇങ്ങനെ മാറി നിൽക്കും. ഈ മെയിൻ ക്യാരക്ടർ നമ്മുടെ ഛാവ ആയിട്ട് അഭിനയിക്കുന്ന വിക്കി കൗശലിന്റെ ക്യാരക്ടർ എനിക്ക് കുറച്ച് വളരെ പാസബിൾ ആക്ടിങ് ആണെങ്കിലും പാസബിൾ ആണ്. പുള്ളിയുടെ റൈറ്റിംഗ്, പുള്ളിയുടെ ഡയലോഗ് ഭയങ്കര ശോകമായിരുന്നു. ത്രൂ ഔട്ട് ഭയങ്കര സിമ്പിൾ ടൺ റൈറ്റിംഗ് ആണ്. അതായത് ബേസിക് റൈറ്റിംഗ് ആണ്. പടത്തിന്റെയും ഈ സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ ഫോർഗെറ്റബിൾ റൈറ്റിംഗ്. അതെ അത് രശ്മിക മന്ദന ഒരു സീനില് ട്രെയിൻ മറ്റേ റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ ഇത് പറയുന്ന പോലെ അല്ലേ, അനൗൺസ്മെന്റ് പറയുന്ന പോലെ ഒരു കഥ പറയുന്നുണ്ട്. ആ ലാസ്റ്റ് ഇവരെ പിടിക്കുന്ന ഫോർട്ടിനെ പറ്റിയോ അതിനെ പറ്റി റിഹേഴ്സൽ പോലെ ഇങ്ങനെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കണ്ണാടി നോക്കിയാണ് അതിന്റെ റിഫ്ലക്ഷൻ പോലെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണാടിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഡയലോഗ്. അത് നോക്കി വായിക്കുന്ന പോലെ ഒരു സീനുണ്ട്. അത് ഞങ്ങൾ കണ്ടോണ്ടുമ്പോൾ ഞങ്ങളെല്ലാവരും ചുറ്റും നോക്കുമായിരുന്നു, ഇത് എന്താണിത്. നമ്മളിങ്ങനെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ പോയി അവിടെ ഇങ്ങനെ സംഭവിക്കാനുണ്ടായി എന്നതാണ് ഇവിടുത്തെ സംഭവം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര പടം ബേസിക്കലി ഭയങ്കര മിഡായിട്ട് എനിക്ക് ഫിലിം മിഡല്ല. എനിക്ക് ഒരു പോയിന്റിന് ശേഷം ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. അതായത് ഇതാണ് ഇവരെ എയിം ചെയ്തത്, ഇതാണ് ഇവരെ എക്സൈറ്റ് ചെയ്ത പോർഷൻ എന്ന് മനസ്സിലായി. അതായത് ഈ മറ്റേ നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് പോലെ ഒരു പോയിന്റ് കഴിയുമ്പോൾ പടത്തിന്റെ ടോൺ മൊത്തത്തിൽ മാറുന്ന പോലെ ഇതിനകത്തും അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഒരു സീക്വൻസ്, അതായത് ടുവേർഡ്സ് ക്ലൈമാക്സിൽ ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ അത് ആക്ച്വലി ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം. ഇങ്ങനെ ഇദ്ദേഹത്തെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അതെ. ആ സീക്വൻസ് സെക്കൻഡ് ഹാഫിൽ അതായത് ഒരു കുറച്ചധികം നേരം ഉണ്ട്. അതിങ്ങനെ കുറച്ച് റെപ്പറ്റേറ്റീവ് ആണ്. അതിനകത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കവിത പറയും. മറ്റേ അപ്പോഴാണ് ആ ക്യാരക്ടർ എനിക്ക് രജിസ്റ്റർ ആവുന്നത്. അതുവരെ ആ ക്യാരക്ടർ ഇങ്ങനെ ഒരു മിഡ് ക്യാരക്ടർ, ആ ക്യാരക്ടർ ആദ്യ സീനിലൊക്കെ ഇരുന്ന് കവിതയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യത്തില്ല. ഈ ലാസ്റ്റ് എത്തുമ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റിലായിരിക്കും ഈ സിനിമ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഭയങ്കരമായിട്ട് വർക്കാവുന്നത് അല്ലേ. അതായത് ഇത്ര നേരം കണ്ട സിനിമയേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ പോർഷനായിട്ട് വരുന്ന അവസാനത്തെ കുറച്ച് ഏരിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിരിക്കണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ആടാ ഇത് കൊള്ളാം സംഭവം എന്ന് പറയാനുള്ള ഒരു റീസൺ അതായിരിക്കണം. കാരണം യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു സിനിമയുടെ എൻഡിങ് പോലെയോ അത്ര ഒരു ഇങ്ങനെ പയ്യെ പയ്യെ ചൂട് പിടിച്ച ഫസ്റ്റ് ഹാഫ് കുറച്ചധികം ഫോർഗെറ്റബിൾ സാധനമാണ്. സെക്കൻഡ് ഹാഫിന്റെ ബിഗിനിങ് കുറച്ചധികം ഫൈറ്റ് സീനൊക്കെ ഇട്ട് കുറച്ച് എഡിറ്റിംഗ് മൈൻഡ് ജോവായിരുന്നു. ഫസ്റ്റ് ഇൻട്രോ നിങ്ങളല്ലേ പറഞ്ഞ ഇൻട്രോ, അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ട്രാഫിക് ബ്ലോക്ക് കിടക്കുക. അപ്പോൾ പടം തുടങ്ങാൻ 1/2 മണിക്കൂറുള്ളൂ. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞങ്ങൾക്ക് കോട്ടയം വരെ എത്തണം. ഞങ്ങൾ അറൗണ്ട് 10-15 മിനിറ്റോളം നമ്മളിവിടെ ബ്ലോക്കിൽ കിടക്കുക. അപ്പോൾ ഈ പുള്ളി നമ്മളോട് പറയാം ഫസ്റ്റ് വാർ സീക്വൻസ് കണ്ടില്ല, നഷ്ടമാണത്. അവിടെ ചെന്ന് തുടങ്ങി കഴിഞ്ഞാൽ വാർ സീക്വൻസ് അല്ല റിവ്യൂലൊക്കെ ഇൻട്രോ ഭയങ്കര ചേട്ടാ എനിക്ക് മനസ്സിലായത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടം വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീക്വൻസ് വേണമെന്നോ ഇല്ല. അവരെ എക്സൈറ്റ് ചെയ്യുന്ന എന്തോ ഒരു എലമെന്റ് ഇവിടെയൊക്കെ ആ ക്യാരക്ടറിനെ കാണാതിരിക്കും. അപ്പൊ ആ ക്യാരക്ടർ വന്നാൽ മതി, കുതിരപ്പുറത്ത് വന്നപ്പോൾ സെറ്റായി. പിന്നെ പുള്ളി കുതിരപ്പുറത്ത് നിന്ന് ചാടി ഫൈറ്റ് ചെയ്യാൻ ആ വാർ സീക്വൻസ് ആ ഒരു സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വയ്യാതെ തുടങ്ങുന്നത്. ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വാളൊക്കെ കറക്കി ഇങ്ങനെ ചുറ്റും നിൽക്കുക. അത് എഡിറ്റിങ്ങിന്റെ ഇഷ്യൂ ആയിട്ട് എനിക്ക് അത് ഇവിടെ കട്ട് ചെയ്താൽ
അത് ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ അവിടെ കട്ട് ചെയ്യുന്നില്ല, വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാണ് ആ കട്ട് വരുന്നതെന്നൊക്കെ ഫീൽ ചെയ്ത് ഭയങ്കര ഒരു ഇത് ഫസ്റ്റ് കട്ട് മാറ്റി വെക്കാം, പിന്നീട് സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഇരുന്ന് കട്ട് ചെയ്യാന്നുള്ള സെറ്റപ്പില്. പക്ഷെ അത് പോയി, പടം പോയി. അതെ അതെ, പടം അങ്ങ് ഇറങ്ങിപ്പോയി എന്നുള്ള അതിൽ അവസാനത്തെ സെക്കൻഡ് ഹാഫിൽ ഈ പുള്ളിയെ പിടിക്കുന്ന ആ ഒരു ഫോർട്ടില് അതാണ് കുറച്ച് വൃത്തിയുള്ള സാധനം. അതെ, അത് പടത്തിന്റെ ഇപ്പൊ 3 ഹാഫായി ഡിവൈഡ് ചെയ്ത തേർഡ് ഹാഫ് ആണ് നമുക്ക് എന്തെങ്കിലും തേർഡ് ഹാഫ്. അപ്പോൾ ആൾക്കാർ 2 ഇന്റർവെല്ലുള്ള പടമാണ്. ഇന്റർവെല് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂറും കൂടെ കഴിഞ്ഞ് കയറിയ കുറച്ചുകൂടെ. അതെ അല്ല, പടത്തിന്റെ ആ സോള് അല്ല, പടത്തിന്റെ മെയിൻ സോള് ഈ അവസാനത്ത് കുറച്ച് നേരം കിടക്കുന്നത്. അപ്പൊ അത് അത്ര നേരം ആ ഫോർട്ട് സീക്വൻസും കുറച്ച് വെറൈറ്റി ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. RRR ചെയ്ത പോലെ ഇത്ര ആൾക്കാരെല്ലാം കൂടെ ഒരു ചെറിയ വലിയ റൂമിനകത്ത് കണ്ടിട്ടില്ല, ഇങ്ങനെ ബഹളമൊന്നും ഇല്ലാതെ ഒരു യുദ്ധരംഗത്തില് ഈ വലിയ ആക്ഷൻ സീക്വൻസ് അല്ലാതെ എല്ലാവരും കൂടി ഇങ്ങനെ. പക്ഷെ വേറൊരു സാധനമാണ്, അത് ഇത്രയും പേര് ഒരിടത്ത് തിങ്ങി നിറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് കിടന്ന് ഇടിവെക്കുന്ന ഒരു വെറൈറ്റി നമ്മൾ ഇതിനു മുമ്പ് ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടു. അത് തന്നെ, അതായത് മറ്റേ ഗെയിം ഓഫ് ത്രോൺസിൽ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ആ സാധനം നമ്മൾ RRR അങ്ങനത്തെ അതിന്റെ ഒരു വേറൊരു വേർഷൻ കണ്ടു. അതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു. പിന്നെ ഇത് എല്ലാ പടത്തിന്റെയും ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ചാവയുടെ റിവ്യൂ ആയിട്ട് അങ്ങ് പോയി. അല്ല അതങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറഞ്ഞു തീർന്ന പോലെ അങ്ങ് പോവല്ലേ. ഞാൻ പറഞ്ഞ ഇതിനിങ്ങനെ ഓർഡർ ഒന്നും ഇല്ല, ഇവൻ കണ്ടില്ല. ആരെ കുറിച്ച് അല്ല, ഇപ്പൊ ചാവയുടെ ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത പടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാവയുടെ കുറച്ച് കുഞ്ഞി പോസിറ്റീവ്സിൽ ഒരു സാധനം കൂടെ സിനിമാറ്റോഗ്രാഫിയും പ്രൊഡക്ഷൻ ഡിസൈൻ VFX ഒക്കെ നീറ്റായിരുന്നു. അതായത് സിനിമാറ്റോഗ്രാഫി, ലൈറ്റിങ്, അത് നമുക്ക് എല്ലാ ഫ്രെയിമും ഇങ്ങനെ നോക്കിയിരിക്കും. ഫ്രെയിം ഉൾപ്പെടെ എൻഡിങ് ഷോട്ട് ഉൾപ്പെടെ നല്ല അതെ, അത് നല്ല സമയം എടുത്ത് അല്ലെ, ഓരോ ഷോട്ടിനും നല്ല പോലെ ടൈം എടുത്ത് അവർ അത് ഡിസൈൻ ചെയ്തിരിക്കുക. അതാണ് സിനിമയിൽ ഒരു വലിയ പോസിറ്റീവ്. കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്, സിനിമ വർക്കല്ല. എനിക്ക് പടം അത്ര വർക്കല്ലെങ്കിൽ റൈറ്റിംഗും ആണ് ഏറ്റവും മോശം. പിന്നെ ആ റൈറ്റിംഗ് കാരണം തന്നെ ആക്ടിങ് വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ നല്ല സ്ക്രീനിൽ നല്ല ബ്രൈറ്റ്നസ് ഉള്ളൊരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതായത് ഈ വിഷ്വൽ അത് വളരെ വൃത്തിയാണ്. എല്ലാ സീനിലും അല്ല എല്ലാ ഷോട്ടിനും നല്ല ഡീറ്റെയിലിംഗ് കൊടുത്ത്, ലൈറ്റിംഗ് ഒക്കെ കുറേ സ്ഥലത്ത് ഗ്രേഡിങ് ഒക്കെ നല്ല രസം. അജിത്ത് നമ്മുടെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ചേട്ടാ എന്തുമല്ലേ ഇത്രയും സാധനം ഇത്ര നമുക്ക് സമയം പരിപാടിയൊക്കെ തന്നാൽ എന്ത് വൃത്തിയാക്കാം ഇതുപോലെ പടങ്ങളൊക്കെ. ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. ഇപ്പം നമ്മുടെ എഡിറ്റ് ഞാൻ കാണാൻ പറയുകയും ചെയ്തു, നമ്മുടെ രാജമൗലിയുടെ സിനിമകളിൽ മിസ്സാവുന്നത് ഈ ടെക്നിക്കാലിറ്റി, ഈ ക്ലീൻനെസ് കുറവാണ്. അതായത് പുള്ളിയുടെ അതിലൊരു നല്ല കഥയുണ്ടാവും, അതിന് നല്ല സ്ക്രീൻ പ്ലേ ഉണ്ടാവും, കോരിത്തിരിപ്പിക്കുന്ന സീക്വൻസ് ഉണ്ടാവും. അത് നോർമൽ ഓഡിയൻസിന് അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഫണ്ടമെന്റൽസ് ഉണ്ട്. അത് ചിലപ്പം ഇത് പറയുമ്പോൾ നീയൊക്കെ രാജമൗലിയെ പറ്റി പറയാറ് അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ സിനിമ കാണാൻ മനസ്സിലാവും, എല്ലാ ഷോട്ടും ഭയങ്കര ക്ലീൻ ആയിട്ട് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷേ അത് കാണാൻ ഭംഗി, അത്ര ഭംഗിയായിട്ട് റിച്ച് വിഷ്വൽസ്, കോസ്റ്റ്യൂംസ് അതെല്ലാം വെച്ച് നല്ല കോൺട്രാസ്റ്റിൽ ഈ സാധനം നമ്മൾ പ്രസന്റ് ചെയ്യാം. ഇതേപോലെ അത്രയും ടൈം എടുത്ത് എനിക്ക് തോന്നുന്നു അത് രാജമൗലിയുടെ ബാഹുബലിയിൽ അത് കുറവായിരുന്നു. RRR നല്ല രീതിയിൽ അത് മാറി, ഡബിൾ ബെറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സിനിമയിൽ ഇപ്പോൾ ഈ അതിന്റെ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഈവൻ ഷോട്ട് ബൈ ഷോട്ട് വളരെ വൃത്തിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റുമെന്ന്. കാര്യം വലിയ പടങ്ങൾക്ക് സമയവും ബജറ്റും ഒക്കെ ഉള്ളപ്പോൾ അവർക്കത് ചെയ്യാം. കൊച്ചു പടത്തിന് 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ട പടങ്ങൾക്ക് എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് അടിക്കുക എന്ന് പറയുന്നവരാണ്. ഇനി ഇവനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ കൂടെ കണ്ടൊരു പടം ഇത്ര നേരം വിടായിരുന്നില്ല ഇവരെന്താ പറഞ്ഞത് എനിക്ക് അതെ. അതായത് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വന്നവനാ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിന്തത്തെ നീ പറയുന്നത് തോന്നുന്നു. ഞങ്ങൾ പിന്നെ 3 പേരും കൂടെ കണ്ടൊരു പടം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. അത് നല്ല പടമായിരുന്നു. എനിക്ക് ചാവ കാണണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, മാഡോ കിടക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. ഇനി പ്രിന്റ് വരുമ്പോൾ കാണാം. മാഡോ അവരുടെ പ്രതീക്ഷയിൽ മാത്രം കാണുമെന്ന് വിചാരിച്ച പടമായിരുന്നു, കാണാൻ പറ്റിയില്ല. നെറ്റ്ഫ്ലിക്സിലോ ഇനി എല്ലാം കാണാം. ഇനി നെറ്റ്ഫ്ലിക്സ് വരുമ്പോൾ കാണാം, അല്ലാതെ തിയേറ്ററിൽ ഇനി പോകാൻ വേണ്ടി അല്ലെങ്കിൽ എറണാകുളത്തെല്ലാം കണ്ടായിരുന്നു. ഡെയിലി എറണാകുളത്തിലല്ലേ പോയിട്ട് വരുന്നത്. സോ നമ്മുടെ ഷാഹി കബീറിൻ്റെ പുള്ളി എഴുതിയിട്ട് ജിത്തു അഷ്റഫ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്ക് പടം സെറ്റായിരുന്നു. ഞാൻ ഹാപ്പി ആയിട്ടുള്ളൊരു പടമാണ്. പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടും എനിക്ക് ഓക്കെ ആണ്. തിയേറ്റർ വാച്ചിൽ തിയേറ്റർ വാച്ചിൽ എന്നെ എൻഗേജ് ചെയ്യിച്ച ഒരു ത്രില്ലറാണ് അത് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ റിവ്യൂവേഴ്സ് തള്ളി ഒരു തള്ളുണ്ടാകുന്നുണ്ട്, ഗംഭീരം എന്നുള്ള സാധനം. അതാ ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും ഈ പറഞ്ഞ പോലെ
ഇപ്പം നമ്മുടെ ഒരുപാട് പേരും ഒരു മിഡ് പടങ്ങളാണ് നമ്മളുടെ മെജോറിറ്റി പടങ്ങൾ വരുന്നത്. ആ പടങ്ങളെ പോലും നമ്മളൊരു പരിധിക്കപ്പുറത്തേക്ക് എന്താ അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരു എനിക്ക് അങ്ങനെ ഒരു സംഭവം തോന്നി. അതായത് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ മിഡ് പടങ്ങൾ, അതായത് ടെക്നിക്കലിയും അത് മറ്റ് എലമെന്റ്സ്, ഇത് ടെക്നിക്കാലിറ്റി, എഡിറ്റ്, ഇതൊക്കെ വളരെ നീറ്റായിട്ട്, ഇതൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു ജനറേഷൻ അടുത്ത് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ എഡിറ്റിംഗ് നല്ലതാണ്, സിനിമാറ്റോഗ്രാഫി നല്ലതാണ്, ആക്ടിങ് നല്ലതാണ്. പക്ഷേ പടത്തിന്റെ ഫണ്ടമെന്റൽ എലമെന്റ് ആയിട്ടുള്ള റൈറ്റിംഗ് വളരെ മിഡാണ്. നമ്മൾ ഒട്ടും എക്സൈറ്റ് ചെയ്യാത്ത ഒരുപാട് എലമെന്റ്സ് ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ച, കണ്ടു മടുത്ത എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് പലതും ഫീൽ ചെയ്യുന്നത്. അതെ. അപ്പൊ ഞാൻ അന്ന് 2 പടം കണ്ടു. അന്ന് 2 പടം കണ്ടത് ഒന്ന് ഡ്രാഗണും, ഞാൻ രാവിലെ പോയി ഇവന്റെ കൂടെ ഡ്രാഗൺ അത് കഴിഞ്ഞിട്ടാണ് ഓഫീസർ കാണുന്നത്. അപ്പൊ ഈ 2 പടത്തിനും വളരെ നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് പടത്തിന് പോകുന്നത്. ഡ്രാഗന്റെ ആക്ച്വലി ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്ക് ഇത് എന്ത് പടമാണെന്ന് പോലും അറിയത്തില്ല. അതായത് പ്രതിഭ രംഗനാഥന്റെ ഇത് കണ്ടിട്ടുമില്ല, ഏതാ ലവ് ടുഡേ കണ്ടിട്ടുമില്ല. പുള്ളി വെറുതെ വന്നിരിക്കുക, ഇതെന്ത് പുള്ളി ഇങ്ങനെ ഇതിന്റെ ഉറക്കച്ചടവിൽ വന്നിരിക്കുന്ന പോലെ. അപ്പൊ ആദ്യമായിട്ടാണ് തോന്നുന്നല്ലേ എനിക്കൊരു പടം ഒട്ടും വർക്കാതെ. അതെ, പുള്ളിക്ക് അത് തീരെ സെറ്റായില്ല. പക്ഷെ ഞങ്ങളല്ല, ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട്, നമ്മുടെ അജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പയ്യനുണ്ട്, എഡിറ്റർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരാ പോയത്. അപ്പൊ ഞാനും ഭയങ്കരമായിട്ട് പടം എൻജോയ് ചെയ്തു. കാര്യം ഫൺ പടം അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ ചത്ത പോലെ ഇരിക്കുകയാണ്, ഇപ്പുറത്ത് ഇവര് കൊടും ചിരിയാണ്. അപ്പൊ ഞാൻ ചേട്ടാ ഇത് ചിരിക്കുന്നുണ്ട്. അത് പുള്ളി വിചാരിച്ച ഈ പടം എനിക്ക് വർക്കാവുന്നില്ലെന്ന് പുള്ളി വിചാരിക്കുമ്പോൾ തൊട്ടപ്പുറം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചോ തന്തവായി വായി കഴിഞ്ഞു. അതെ, എനിക്ക് കോളേജ് ലവ് സ്റ്റോറി പരിപാടി ഒന്നും സെറ്റ് ആവത്തേ ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി കയറുമ്പോൾ. അതിനും ഇതുപോലെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു. ബട്ട് പടം എൻഡ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ബട്ട് ഈ പറയുന്ന പോലെ ഒരു ന്യൂ സ്റ്റോറി ലൈൻ അല്ല, ഒരു നല്ല ഡയറക്ടറാണെന്ന് മനസ്സിലാവും പുള്ളി. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളൊരു സ്റ്റോറി ലൈനോ, ഇപ്പം ആക്ടിങ് പോലും എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്ത പിള്ളേരല്ലേ, അവരുടെ എല്ലാ ആക്ടിങ് ഒരു പൊടിക്ക് ഓവറായിട്ടാണ് ഫീൽ ചെയ്ത. പക്ഷെ ചാക്കോച്ചന്റെ പെർഫോമൻസ് എനിക്ക് പടം കൊണ്ടുപോകുന്ന പ്രൈമറി ഫാക്ടർ കുഞ്ചാക്കോ ബോബൻ. അത് ഫസ്റ്റ് ഫ്രെയിമിൽ പുറയുന്നാണ് കാണിക്കുന്നെങ്കിൽ പോലും അതിനകത്തൊരു ഡിഫറെന്റ് ബോഡി ലാംഗ്വേജ് നടക്കുന്നൊക്കെ ഭയങ്കര എല്ലാത്തിലും ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് സീനിൽ തന്നെ പുള്ളിയെ നമുക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നമ്മൾ ഇതൊരു കാണാത്തൊരു ചാക്കോച്ചനെ പ്രസന്റ് ചെയ്യാന്നുള്ള സംഭവം. പഴയ ചാക്കോച്ചനെ നമ്മൾ മറന്നു, പുതിയ അത് ത്രൂ ഔട്ട് ഈവൻ നായാട്ടിന്റെ ചോ പോലും നമുക്ക് തോന്നിയില്ല. കാരണം മറ്റൊരു പോലീസ് സ്റ്റോറി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതും ഷാഹി കബീർ എഴുതിയാണ്. അപ്പൊ അതിന്റെ ഒരു ചോ ഡാർക്ക് സൈഡുള്ള ഒരു ലൈനാണ്. പക്ഷെ അത് ആദ്യം ട്രെയിലർ ഓർത്ത് അതിന്റെ ഒരു ചോ വരും വിചാരിച്ചു. പക്ഷെ അതുമായിട്ട് യാതൊരു ഫീൽ നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് പുള്ളിയുടെ പെർഫോമൻസ് കൊണ്ടുപോയത്. നല്ലൊരു പോലീസ് ക്യാരക്ടർ ചാക്കോച്ചൻ വഴിയും നമുക്ക് കിട്ടി. അപ്പൊ പുള്ളിയുടെ ക്യാരക്ടർ ആണെങ്കിലും പുള്ളിയുടെ ക്യാരക്ടറിന്റെ റൈറ്റിംഗ് വളരെ ക്യാരക്ടർ ഫോക്കസ്ഡ് ഒരു സ്റ്റോറി ആയതുകൊണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ സ്റ്റോറി അത്ര പുതുമയുള്ളതല്ലെങ്കിലും നമുക്കത് വർക്കാവും. കാരണം ഈ ക്യാരക്ടറിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു, ഈ ക്യാരക്ടറിന്റെ ഒരു ട്രോമയുണ്ട്, അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു. കഥയിൽ ഈ പറയുന്ന പോലെ സസ്പെൻസ് ത്രില്ലറല്ല, ഈ പറയുന്ന ആരാണ് കൊന്നത് അല്ലെങ്കിൽ ആരാണ് അത് ചെയ്തത് എന്ന ലൈൻ ഓഫ് റിവീലിംഗ് ത്രില്ലർ അല്ല. പക്ഷേ മോട്ടീവ്സ് എന്തിനാണ് കൊന്നത് എന്നുള്ള സംഭവമാണ് നമുക്ക് ഈ ലാസ്റ്റ് വരുമ്പോൾ ഇതാണ് ഇതിന്റെ ശരിക്കും സിനിമ തുടങ്ങുന്നത് ഒരു മാല മോഷണ കേസിൽ തുടങ്ങിയിട്ടിരിക്കുന്നത്. അത് ചെറിയൊരു നമുക്കത് അവിടെ ഒരു സാധനം സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്, ഈ മോട്ടീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു സാധനം സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻസിഡന്റ് എങ്ങനെ നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ബാധിക്കുന്നു, ഈ എലമെന്റ്സ് അവർക്ക് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ. അതായത് നമ്മളീ പടം കണ്ടു തുടങ്ങുമ്പോൾ ഒരു മാല മോഷണത്തിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇത്രയും വലിയൊരു സ്റ്റോറിയുടെ, അതായത് മറ്റേ ഒറിയൽ പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡയറക്ടറെ പറ്റി കേട്ടിട്ടുണ്ട്. പുള്ളി നമ്മുടെ ഇതൊക്കെ എടുത്താണ്, ഇൻവിസിബിൾ ഗസ്റ്റ് പോലത്തെ പടങ്ങളൊക്കെ എടുത്ത് മിരാഷൊക്കെ എടുത്ത്. പുള്ളിയുടെ ഒരു ടൈപ്പ് ഓഫ് ഫിലിം എന്ന് പറഞ്ഞാൽ പുള്ളി ത്രില്ലറിന്റെ ആളാണ്. ആ പുള്ളിയുടെ പടത്തിന് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം തുടങ്ങുമ്പോൾ നമ്മളൊരു ചെറിയ എന്തെങ്കിലും ഒരു എലമെന്റിൽ സ്റ്റാർട്ട് ചെയ്യും, ഇതിങ്ങനെ പോയി പടം കൊണ്ട് അത് പുള്ളിയുടെ എല്ലാ പടം ഭയങ്കര സസ്പെൻസ് ത്രില്ലേഴ്സായിരിക്കും. അപ്പോൾ അത് തീരുമ്പോഴത്തേക്കും ഇല്ലേ നമ്മളൊരു വലിയ ജേണിയാണ്. നമ്മൾ പടം തുടങ്ങിയത് എവിടെയാണ്, പടം തീരുന്നത് എവിടെയാണ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് പല രീതിയിലുള്ള കഥകളും വന്ന് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പടം തുടങ്ങുന്നത് എവിടെയാണ്, പടം തീരുന്നത് എവിടെയാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എലമെൻറ്റുകളെയൊക്കെ ഇങ്ങനെ കഥയിൽ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു എനിക്ക് ഈ പടം കൊണ്ടുവന്നപ്പോൾ ആ ഒരു ഇതാണ്. ഇപ്പം നമ്മളിങ്ങനെ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനൊക്കെ കുറച്ച് മുമ്പ് വരെ നമുക്കിത് ഫുള്ളി കിട്ടി, ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. ഇനി നായകനും വില്ലനും തമ്മിലുള്ള എൻകൗണ്ടർ, അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ആ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് മാത്രമേ ആയിട്ടുള്ളൂ. മറ്റേ ഈ മാല തുടർന്ന് മറ്റേ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ബാക്കി പിന്നെ അങ്ങോട്ട് അറിയാം. ഒരു സെക്കൻഡ് ഹാഫ് പോലും നമുക്കറിയാം ഇനി എന്ത് നടക്കും, വില്ലന്മാർ ആരാണെന്നുള്ളത് ഫസ്റ്റ് ഷോട്ടിലെ കാണിക്കുകയാണ് അല്ലേ. പിന്നെയുള്ള ഈ പറയുന്ന പോലെ ഈ റിവീലിന് എടുക്കുന്ന ടൈമും. പക്ഷെ ത്രൂഔട്ട് എനിക്ക് പടം എൻഗേജിങ് ആയിരുന്നു. ഈ പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചധികം എൻഗേജിങ് ആയിരുന്നു. എനിക്ക് കുറെ കൂടെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ലൈൻ ആയിരുന്നു.
പിന്നീട് അങ്ങോട്ട് കുറെ കൂടി ഇമോഷണൽ ആയപ്പം ഓക്കെ ആ ഇമോഷണൽ ഫാക്ടർ എന്താണെന്നുള്ളത് ഇപ്പം കുറച്ചുകൂടെ ഫാമിലിക്ക് സെക്കൻഡ് ഹാഫ് ആയിരിക്കും ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളത്. നമുക്കെന്ന് പറഞ്ഞ ഒരു സിനിമ കാണുക എന്ന ലൈനിലുള്ളവർക്ക് ഫസ്റ്റ് ഹാഫിന്റെ അതിന്റെ ഈ അന്വേഷണം പോകുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറെ കൂടെ ആളുകളെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഇമോഷണലി ഹേർട്ട് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടാക്കുന്നത് സെക്കൻഡ് ഹാഫ് ആയിരിക്കും. എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സീൻ ഉണ്ടല്ലോ, ജഗദീഷിന്റെ വീട്ടിൽ വരുന്ന ഒരു സീൻ, ഈ മോള് മരിച്ചതിനായിട്ട് ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഫുൾ ആ സീൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഒരു ട്രാക്ക് ഭയങ്കര രസമായിരുന്നു. അതായത് പുള്ളി വണ്ടി നിർത്തി ഇറങ്ങി നടന്ന് ചെന്ന് അകത്ത് കയറി ഇത് കണ്ട് അവിടുന്ന് പുള്ളി ഇറങ്ങി വരുമ്പോൾ പുള്ളിയുടെ മറ്റേ മാനസികാവസ്ഥ, മറ്റേ ഒരു സൗണ്ട് ഡിസൈനിൽ കുറേ സാധനമുണ്ട്. പുള്ളി ഇടയ്ക്ക് ചെവിയൊക്കെ പൊത്തി പിടിക്കുമ്പോൾ ഫുള്ള് മഫിൾഡ് സൗണ്ടിലാക്കി മാറി. അങ്ങനെ ആ സീൻ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നതും അത്രയും ക്രൗഡിന്റെ ഒരു ഇതുണ്ടല്ലോ, ടെൻഷൻ പരിപാടി, അതും ഭയങ്കര വർക്കായ സാധനം. എനിക്ക് അതിനകത്ത് ആ പോയിന്റ് തൊട്ടാണ് കുഞ്ചാക്കോന്റെ ക്യാരക്ടർ വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. ആ പോയിന്റ് വരെ കുഞ്ചാക്കോവൻ വേറൊരാളാണ്. ആ പോയിന്റ് കഴിഞ്ഞിട്ട് കുഞ്ചാക്കോവനെ പ്രസന്റ് ചെയ്തേക്കുന്നതാണേലും കുഞ്ചാക്കോവന്റെ ബോഡിയിൽ എല്ലാത്തിലും ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ക്യാരക്ടറിന്റെ രണ്ട് മുഖങ്ങൾ പോലത്തെ അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്. കാരണം ഫസ്റ്റ് കാണിക്കുമ്പം വേറൊരു സ്ഥലത്തു നിന്ന് വന്ന് ജോയിൻ ചെയ്യുക അന്ന്, അപ്പം അത് വേറൊരു ആളാണ്. അത് വീണ്ടും ആ ട്രോമ ആ ട്രോമ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ജഗദീഷിന്റെ വീട്ടിൽ വരുമ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഓഫീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ പുള്ളിയുടെ ഒരു സീൻ ഉണ്ടല്ലോ, ആ സീൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു സീനായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് ഇൻട്രോ സീനിൽ തന്നെ നമ്മൾ ചാക്കോച്ചനെ അത് അങ്ങനെ ബിഹേവ് ചെയ്യുന്ന പോലും നമ്മൾ പെട്ടെന്ന് എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടും അല്ലേ. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. ആ ക്യാരക്ടർ നമ്മൾ ഫസ്റ്റ് കാണുന്ന സീൻ അവിടെ തന്നെ പുള്ളി ഏത് തരത്തിലുള്ള ആളാണെന്ന് നമുക്കൊരു ഒരു കിട്ടുന്ന ഒരു നല്ല രസമുള്ള രീതിയിലാണ് പടം തുടങ്ങുന്നുണ്ട്. ഡയറക്ടറിന്റെ സീക്വൻസ് അതൊരു സിംഗിൾ ഷോട്ട്, അത് ഭയങ്കര അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഭയങ്കര എഫക്റ്റീവ് ആണ്. നല്ല ഡയറക്ടർ ആണെങ്കിലും അതിന്റെ ആക്ടിങ് വൈസ് ആണെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആയിട്ട്. പുള്ളി ആക്ച്വലി രണ്ട് പടത്തിൽ ചെയ്തപ്പോഴേ പുള്ളിക്ക് ഒറ്റ സീനൊക്കെ ഉള്ളാവും, പക്ഷെ അതിനകത്ത് പുള്ളിയുടെ സാധനമുണ്ട്. നായാട്ടിലുണ്ട്, അതുപോലെ നമ്മുടെ ഇതില് ഇരട്ടയിലൊരു സീനുണ്ട് പുള്ളിക്ക്, അഞ്ജലിയുടെ ഭർത്താവായിട്ട്. അത് രണ്ടും പുള്ളി ഭയങ്കര രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ആക്ച്വലി ജിത്തു ആലപ്പുഴക്കാരനാണ്. ഷഹീഖ് ഇത് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ കണ്ടിട്ടെ വിഷ്വൽ മറ്റേ മോഹൻചായൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു. ആണോ? ജിത്തു അഷ്റഫ് അറിയില്ല, നിങ്ങൾ പോയി കണ്ടതല്ലേ പുള്ളി? അതെ പോയി കഥയൊക്കെ പറഞ്ഞ അവളുടെ എന്നിട്ട് വേണം അതിന്റെ കഥയൊക്കെ. നിന്റെ ഇമ്മാരി ചാടാപ്പൊളി കഥയൊന്നും എനിക്ക് തിരുവാക്കാൻ പറ്റില്ല. ഇല്ല, ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് കഥ പറയാൻ പോയതല്ല, വേറൊരാളുടെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി പുള്ളിയെ കാണാൻ പോയതാണ്. അങ്ങനെ ആക്കിയത് ഞങ്ങൾ പറഞ്ഞ കഥ അങ്ങനെയല്ല, അതല്ലല്ലോ പറഞ്ഞത്. സോ ഇതിൻ്റെ കൂടെ അന്ന് നമ്മൾ കണ്ട പടമാണ് ഡ്രാഗൺ. അയ്യോ, ഡ്രാഗണെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നിയൊരു പടമായിരുന്നു കേട്ടോ. അതായത് എനിക്ക് പൃഥ്വി രംഗനാഥൻ്റെ സിനിമ ആ രണ്ട് പടം കണ്ടപ്പോൾ മനസ്സിലായി പുള്ളിയുടെ പാറ്റേൺ എന്താണ്. പുള്ളിയില്ലേ, എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ, ഞാനിത് കണ്ടിട്ടില്ല. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് ഡോൺ പോലില്ലേ, അത് എല്ലാവരും തമിഴന്മാരെല്ലാം എടുത്തിട്ട് കൊടുത്തോണ്ട് ഡോൺ പറയുന്ന തിയേറ്ററിൽ എടുത്തിട്ട് മുഷിഞ്ഞ് ഡോൺ നമ്മൾ ഉറങ്ങി പടം തീർന്ന് ഇറങ്ങി പോകാൻ. ഡോൺ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ 100 കോടി പടം ഹിറ്റാണ്. പക്ഷേ തമിഴിലും അതിന് ഒരു വലിയ കൂട്ടം ആൾക്കാരെ ഒപ്പോസ് ചെയ്തു. ഇത് എങ്ങനെ ഹിറ്റായെന്ന് ചോദിക്കുന്ന വലിയ കൂട്ടം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ പറഞ്ഞ റീസൺ ക്ലൈമാക്സിൽ ഒരു എമോഷൻ പോയിന്റ് ആണ് എല്ലാവരും പറയുന്നത്. വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ടുകൊണ്ട് വന്നിട്ട് ഈ സിനിമ തീരുന്നില്ലല്ലോ. അതിൻ്റെ മ്യൂസിക് ചെയ്ത പടം, പാട്ട് ഓക്കെ ആയിരുന്നു, ഹിറ്റായിരുന്നു പാട്ടുകളൊക്കെ. നമ്മൾ പാട്ട് കേട്ടുള്ളൂ. പടം ഇങ്ങനെ ഈ പറഞ്ഞ ഒരു പടം സ്ഥലത്തൊന്നും തുടങ്ങിയിട്ട് എന്തുമായി കാണിക്കുന്നതെന്ന് തോന്നി. ഇത് എങ്ങനെ ഒരു സിനിമ ആയെന്നവർ നമ്മൾ ആലോചിച്ചു. ഇത് എങ്ങോട്ടേ പോകണമെന്ന് ചോദിക്കുന്നില്ല. സെക്കൻഡ് ഹാഫിലൊക്കെ വന്നിട്ട് ഇനി എന്തെങ്കിലും കാണിക്കേണ്ടി വരും, നമുക്കൊന്നും വിഷയമില്ല, എന്ത് നടന്നാലും നമ്മൾ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് എഴുതിയിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകില്ല. സാധനം കോപ്പി പേസ്റ്റ് ആയിരുന്നു എനിക്ക് ഈ പടം. ഏത് അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തല്ലേ? അല്ല, അതായത് ഫസ്റ്റ് സീൻ എനിക്ക് ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഇത് ഡോൺ ലൈൻ അല്ലേ എന്ന്. അത് കഴിഞ്ഞ പക്ഷേ പിള്ളേർ പറഞ്ഞ് ഡോണോട്ട് യാതൊരു ബന്ധമില്ലെന്ന് വെക്കാനും പറഞ്ഞു കണ്ടത്. ഈ പടത്തില് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ 1 ലൈൻ. അതെ, പക്ഷെ ആ 1 ലൈൻ വരുന്നത് സെക്കൻഡ് ഹാഫില്ല. ഇന്റർവെൽ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തിരിച്ചു പോകുന്നത് മാത്രം. അത് തന്നെ. അപ്പൊ ആ പോയിന്റിലേക്ക് എത്തുന്നത് ഇന്റർവെല്ലാണല്ലോ. ഇന്റർവെൽ എന്ന് പറയുന്നത് അവിടെയാണ് ഇത് ഇന്റർവെൽ. അപ്പം സിനിമ ഇതിന്റെ ഡയറക്ടർ ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ഡയറക്ടർ ഇന്റർവ്യൂവിൽ പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എല്ലാ സിനിമയും നമ്മൾ തുടങ്ങിയ ഒരു 20 മിനിറ്റിൽ നമ്മുടെ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് തുടങ്ങും. അങ്ങനെ വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു പടമാണ്. അതായത് ഒരു നായകൻ പഠിച്ച് തോൽറ്റ് അല്ലേ, അവൻ അവസാനം ഒരു കുറുക്ക് വഴിയിലൂടെ ഒരു ജോലി കണ്ടെത്തി
കാറ്, വീട്, പരിപാടി, എന്നാ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയായിട്ട് വിവാഹ പരിപാടി എല്ലാം സെറ്റായി. അതായത് ഒരു പടത്തിൻ്റെ ഒരു യൂഷ്വൽ ഒരു തമിഴ് പടത്തിൻ്റെ ഫുൾ സ്റ്റോറി ഫസ്റ്റ് ഹാഫിൽ പോയി ആ ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു പോയിന്റ് വരെ കൊണ്ട് നിർത്തും. അപ്പം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അജിത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റർവെല്ലിന് ഇതൊന്നും സ്വപ്നം കാണുവാണെന്ന് അങ്ങനെ കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കാര്യം നമുക്കും തോന്നി ഇതെന്താണ് ഇതിങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരാളുടെ ലൈഫ് നമ്മുടെ മുമ്പിൽ കാണിക്കുക. അത് അവന് 3 വർഷത്തെ അല്ലേ 3-4 വർഷത്തെ സ്റ്റോറി ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ, അതായത് ഒരു ഫസ്റ്റ് ഹാഫ് അറൗണ്ട് ഒരു മണിക്കൂറോ 1.25 മണിക്കൂറോ എന്തോ ഉണ്ടായിരുന്നു അല്ലേ. അത്രയും ടൈമിൽ ഒരു മണിക്കൂറോളം കൊണ്ട് നമ്മളൊരു ആളുടെ ലൈഫിൻ്റെ ഇത്രയും വളർച്ച, അതും നമ്മൾ ഈ സിനിമയിൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സിനിമയിൽ കാണുന്ന പോലെ കാറ്, വീട്, പരിപാടിയെല്ലാം ഇങ്ങനെ ക്വിക്കായിട്ടൊക്കെ സംഭവിക്കുക സിനിമയാണുള്ളത്. ആ പോയിന്റിൽ നിന്ന് ഇതിൽ മിഷ്കിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു റീഇൻട്രൊഡ്യൂസിങ്ങും അവിടെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് ഈ പടത്തിൻ്റെ മെയിൻ പോയിന്റ്, അതായത് ഇതാണ് എൻ്റെ പടം, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പടം. ഇവിടുന്നാണ് ആ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഇവരെങ്ങനെ വീണ്ടും തിരിച്ചു കാണാന്നുള്ള സാധനം അത് കുഴപ്പമില്ലായിരുന്നു. സിഗരറ്റ് അടിച്ച് ഇങ്ങനെ അവനെ ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ തട്ടി തെറിപ്പിക്കുന്ന ഒരു മിഷ്കിന്റെ മണ്ടയ്ക്ക് വന്ന് വീഴും, അത്രേ. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടിനകത്ത് മിഷ്കിന്റെ ഷർട്ട് ഇല്ല കണ്ടിട്ട് അത് തന്നെ. പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് അതില്ല. അടുത്ത സീൻ, അതായത് വന്ന് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ കോൺവെർസേഷൻ സീനിലുണ്ട്, പുള്ളി നടന്നു വരുമ്പോൾ അതില്ല. അങ്ങനെ അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അങ്ങനെയൊക്കെ അത് പിന്നെ പറഞ്ഞാൽ ടെക്നിക് കണ്ടിരിക്കുന്ന ആരും ശ്രദ്ധിക്കുക. ഞാനാണ് ഇത് എന്ത് ശ്രദ്ധിച്ചാൽ ഇതൊന്ന് കുറച്ചു നേരം കൂടെ കണ്ടോണ്ടിരിക്കാൻ ഞാനിങ്ങനെ ക്ലോക്ക് നോക്കുമ്പോഴത്തേക്കും 4:22 പിന്നെ 4:24 പറഞ്ഞാൽ കോളേജിൽ പോകാത്തതിന്റെയും കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാത്തതിന്റെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്ന സിനിമകളുണ്ടല്ലോ വേറെ, ഞാൻ അത് കണ്ട് എൻജോയ്. പക്ഷെ ഇത് ഞാൻ കണ്ട് മടുത്ത പാറ്റേൺ ആണ്. ഒരു പോയിന്റിലും എനിക്കൊരു അത് നല്ല ഫൺ ഒരു സീൻ എന്ന് പറയാനൊന്നുമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഹാഫിൽ കുട്ടി ഡ്രാഗൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അല്ല നിങ്ങൾ ചിരിക്കുന്ന കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടാ ഈ ആക്ടറെ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉള്ളതുകൊണ്ടായിരിക്കും വിചാരിച്ചു. ചേട്ടാ അവനും മറ്റേ ഇവന്റെ ഫ്രണ്ടായിട്ട് വന്നൊരു ക്യാരക്ടറും യൂട്യൂബേഴ്സാണ്. അപ്പൊ എനിക്ക് ഇവന്റെ ഫ്രണ്ടായിട്ട് വന്നവനെ വിജയ് സിദ്ധു വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ എനിക്ക് പരിചയം. കാരണം നമുക്ക് പരിചയമുള്ള ഒരു യൂട്യൂബറെ കാണുമ്പോൾ കുറച്ച് രസമാണ്. എനിക്ക് ഇവനെ ഒരു പരിചയമില്ല. ഇവനാണ് ഒടുക്കത്തെ വെറുപ്പിരും. അതെ അവന്റെ ക്യാരക്ടർ എനിക്കും അത്ര വർക്കായില്ലെങ്കിലും അതിങ്ങനെ ഇടയ്ക്ക് ഇവരുടെ ചില സീനുകൾ വരുമ്പോൾ ചില സ്ഥലത്ത് ഒരു ഫണ്ണുണ്ടായിരുന്നു. എനിക്ക് വർക്കാവുന്നത് ഈ ഐഡിയ പരമായിട്ട് ഇവന്റെ ഇത് കേട്ടിട്ട് ഒരു കുട്ടി ഡ്രാഗൺ ഉണ്ടാവും എന്നുള്ള ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അത് വർക്കാവാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അത് ത്രൂ ഔട്ട് പടത്തി. എനിക്ക് അതിന്റെ വൺ ലൈനില്ലേ, അതായത് ഒരാള് ലൈഫിൽ എത്തിയിട്ട് പഠിപ്പുണ്ടെങ്കിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവാന്ന് അവൻ മനസ്സിലാക്കി, എന്നിട്ട് അവനെ തിരിച്ചറിയിക്കുകയാണ് പഠിച്ചിരുന്നെങ്കിൽ ഇത് കിട്ടിയ കറക്റ്റായിട്ട് വർക്കായിരുന്നെങ്കിൽ ഇത് കിട്ടിയ, എന്നിട്ട് അവൻ തിരിച്ചു വരും. അപ്പൊ ആ ഫണ്ടമെന്റൽ ഐഡിയ കൊള്ളാം, നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷേ അത് ട്രീറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അതിന്റെ റൈറ്റിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് കുറച്ചധികം സിംപ്ലിസ്റ്റിക് ആൻഡ് ഭയങ്കര പഴഞ്ചൻ ഐഡിയാസ് ആയിട്ട്. എനിക്ക് കണ്ടോ പഴയ തമിഴ് പടങ്ങളുണ്ടല്ലോ, നമ്മൾ പണ്ട് കണ്ടോണ്ടിരുന്ന ഒരിടയ്ക്ക് ഉണ്ടായിരുന്ന തമിഴ് സിനിമകളുടെ ഒരു ഫുൾ ലൈനിലാണ് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു എലമെന്റ്, അതായത് ഈ ഇന്റർവെൽ വരുന്ന ആ ഒരു എലമെന്റാണ് എനിക്കും ഭയങ്കര എക്സാണ്. അത്ര നേരം ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോഴും ഞാൻ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് വിശാലത നോക്കുന്നുണ്ട്. വിശാലത ഇങ്ങനെ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പുള്ളിയെ വിളിച്ചോണ്ട് ഇത് പുള്ളിക്കുള്ള സംഭവം അല്ല, പുള്ളിയെ വിളിക്കേണ്ടത് അത്. പക്ഷേ ഞാൻ അജിത്തും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഇടയ്ക്ക് കുറച്ച് സാധനം ഞങ്ങൾക്ക് വർക്കാതെ വന്നപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി ചിരിച്ച് അവിടുന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് ഇത്രേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ള ലൈനിൽ പിന്നെ നമ്മളങ്ങ് ലൂസ് ചെയ്യുമല്ലോ. പിന്നെ നമുക്ക് വിഷയമല്ല ഇതിനകത്ത് നമ്മളിവർ എത്ര വലിയ മണ്ടത്തരം കാണിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പോയിന്റ് മനസ്സിലായി ഇത് ഇത്രേ ഉള്ളൂ സിനിമ, ഇത് ഇങ്ങനെയാണ്, അത് ഇങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു ജെൻസി ക്രൗഡിന് പക്കായിട്ട് വർക്കായി. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നല്ല വർക്കായി. കേരളത്തിൽ സിനിമയ്ക്ക് കണ്ട റിവ്യൂസ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു പടമാണ്. ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്, പുള്ളി യോജിക്കുന്നില്ല. പക്ഷെ റിവ്യൂവിനോട് ഞാനും യോജിക്കുന്നില്ല, പുള്ളിയും യോജിക്കുന്നില്ല. അതേ ഉള്ളൂ. അത് ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയാം. ആക്ച്വലി നമ്മളിപ്പോ റിവ്യൂ അല്ലെ ഈ പരിപാടിയൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും. അതെ നമുക്ക് ഞാൻ നീ ഈ കൂറപ്പടത്തിനെ ലൈക്ക് അങ്ങനെ ആ ലൈൻ ഇല്ല. അതിപ്പോ നമ്മൾ രണ്ടുപേരും അവൻ എൻജോയ് ചെയ്യാൻ പറ്റി, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. അതുപോലെയാണ് എല്ലാവർക്കും. ഇപ്പൊ എനിക്ക് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ റീസൺസ് ഉണ്ട്, അവൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവനും പറയാൻ. ഇപ്പൊ ഈ റിവ്യൂന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വീണ്ടും അതിനെ റിവ്യൂ അങ്ങനെ ചെയ്യുന്ന വാക്ക് യൂസ് ചെയ്യാത്ത അതുകൊണ്ടാണ്. കാര്യം ഇതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരു കാര്യം ഇതിങ്ങനെ പടം കണ്ടു ഇപ്പം എസ്പെഷ്യലി ഞാൻ പറയാം, ഞാൻ ഈ സിനിമകൾ കണ്ടിട്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ റിവ്യൂ ഇടുമല്ലോ, നമ്മുടെ റിവ്യൂ കണ്ടിട്ട് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പലരും ചോദിക്കും എടാ എങ്ങനെ ഉണ്ടോ പടം, ഞാനപ്പോൾ ഇപ്പം ഈ റിവ്യൂ കാണുന്നില്ലേ, ഇതിനൊക്കെ ലൈക്ക് റിവ്യൂ അങ്ങനെയാണ് വിളിച്ചു ചോദിക്കാൻ
കാണാൻ ക്ഷമിച്ച് ഇങ്ങനെ കുത്തി ഇരുന്ന് 10 മിനിറ്റൊക്കെ ഇരുന്ന് കാണാം. അതെ അതെ, അതായത് ആ റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവന്മാര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസും കൂടും. അല്ല തമാശ അറിയാം, ചിലർക്ക് ചിലപ്പോൾ നമ്മുടെ റിവ്യൂ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒന്നും, അതായത് ഇത് കൺഫ്യൂഷൻ ആയിപ്പോകും, ഞാനിത് കാണണോ വേണ്ടയോ നിങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ ഒരു സംഭവമുള്ളൂ. അതായത് എല്ലാവരും ഇത് കാണുന്നത് ഞങ്ങൾക്ക് എന്ത് തോന്നി എന്നാണ്. അല്ല ഇവന്മാർ ഇന്ന് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ചേട്ടാ ഇത് ഇവന്മാര് 1 മണിക്കൂറാക്കി കൂട്ടിയോന്ന് വിചാരിക്കും. അതെ 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 അതെ. കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോക്ക് നമ്മൾ വിടാമോർഷയുടെ റിയാക്ഷൻ റിവ്യൂവിന് നമ്മൾ 24 മിനിറ്റ് ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര ലെങ്തി വീഡിയോ ആണല്ലോ, പടം പോയി കാണുന്നതാണല്ലോ, പടം 2.5 മണിക്കൂറല്ലേ ഉള്ളു. ഇത് ചിലപ്പോൾ വീഡിയോ കുറച്ചൊരു ലെങ്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ റിവ്യൂ അല്ലേ, ഇത് ജസ്റ്റ് ഒരു റാൻഡം ടോക്കായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്കും സജഷൻസും ഡിസ്കഷനും ഒക്കെ. അതെ അതെ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഇതിൻ്റെ സിനിമയിൽ എന്തെങ്കിലും കാര്യങ്ങൾ, സിനിമയിലുള്ള കാര്യങ്ങളെ പറ്റി, കാര്യം വേറൊന്നുമല്ല, ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പറയാനുള്ള നോളജ് എനിക്കില്ല. പുള്ളിയുണ്ട്, പുള്ളിക്ക് അത്യാവശ്യം നല്ല കുറച്ചുകൂടി വിവരമുള്ള ആളാണ് അല്ലേ, അങ്ങനല്ലേ? നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ഇതൊക്കെ ഇത്ര കാര്യങ്ങളൊക്കെ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ സിനിമ കണ്ടാൽ അത് കൊള്ളാം, പിന്നെ എൻജോയ് ചെയ്തോ ഇല്ലയോ അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം പറയുന്നത്. ഇത് നിങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ ഇത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. നമുക്കിപ്പം ഇപ്പം ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഋഷ്യം പറയുന്നതായിട്ട് യോജിക്കുന്ന കുറേ പേര് ചിലപ്പോൾ കുറച്ച് കാലത്തിനുള്ളിൽ ഉണ്ടായി കാണും. അത്രേ ഉണ്ടാകും. നമ്മൾ പറയുന്നത് ഞാൻ ഇത് കണ്ട് എനിക്ക് ഇന്ന രീതിയിൽ എൻജോയ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനും ആ ലൈനാന്ന് ആർക്കെങ്കിലും തോന്നുന്നു, അപ്പോൾ അവർ പോയി കാണുക, അത്രേ ഉള്ളൂ. അതാണ് ഈ സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പൊ ഡ്രാഗൺ എനിക്ക് വർക്കാവാത്ത വളരെ കുറച്ച് പേരെ ഉള്ളെന്ന് തോന്നുന്നു ഡ്രാഗൺ എന്ന സിനിമ. അതെ അതെ, ഈ കണ്ട മെയിൻ റിവ്യൂവേഴ്സിന് എല്ലാവർക്കും ഈ പടം വർക്കാണ്. അവർ ഈ പറയുന്ന പ്ലസ് ആൻഡ് മൈനസ് എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ അത് തീരെ മോശമാണെന്ന് പറഞ്ഞ് ഞാനിത് കേട്ടില്ല, അത് അങ്ങനെ പറഞ്ഞ് കേട്ട പുള്ളിയാണ്. അപ്പോൾ അതാ പറഞ്ഞത്, അത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ അഭിപ്രായം. ഇപ്പം നമ്മൾ ചാവയെ പറ്റി ഞങ്ങളിത് പറഞ്ഞ് കേട്ടപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചോദിക്കും ഇത് ചാവയെ പറ്റി ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര നല്ല റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. ചാവ ഇനിഷ്യലി ഇന്നായി കഴിയുന്ന ഒരാൾ, അതായത് ഈ ചാവ എന്ന ക്യാരക്ടറെ കുറിച്ച് അറിയുന്ന ഒരാള് ഫസ്റ്റ് സീനിൽ ഇന്നായി കഴിയുവാണെങ്കിൽ ലാസ്റ്റ് സീനിലൊക്കെ നല്ല രീതിയിൽ എനിക്ക് ശരിക്കും ഡ്രാഗന്റെ ലാസ്റ്റത്തെ ഇതുണ്ടല്ലോ, ലാസ്റ്റ് ക്ലൈമാക്സ് ആക്ച്വലി കുറച്ച് സ്ട്രെച്ച് ചെയ്തായി ഡ്രാഗന്റെ. അപ്പോൾ എനിക്ക് അവസാനത്തെ കുറച്ച് പോർഷനിൽ എനിക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അതായത് ഈ ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ഫെയിലിയർ ആവുന്ന ഒരാളെ പുള്ളിയുടെ പേരൻസ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു സംഭവമുണ്ട്. അതുപോലെ അച്ഛൻ്റെ ക്യാരക്ടറും ഇവനും തമ്മിൽ ഇവൻ ജയിലിൽ നിന്ന് വന്നതിന് ശേഷമുള്ളൊരു ഒരു സംഭവമില്ല, അവിടെ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ടൊരു എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ത്രൂ ഔട്ട് ഇപ്പം പോസിറ്റീവ് എനിക്ക് തോന്നിയത് ആ അച്ഛൻ്റെ ക്യാരക്ടറും. അപ്പൊ ആ ക്യാരക്ടർ റൈറ്റിംഗ് വളരെ സിമ്പിളാണ്. അതായത് എന്ത് സംഭവിച്ചാലും ഒരു തരത്തിലുള്ള നെഗറ്റീവ് പറയാതെ ആ ഒരു എഴുത്തിനെ സ്ക്രീനിൽ നമുക്ക് ബിലീവബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ കുറച്ച് പാടാം. അപ്പൊ അത് പുള്ളിക്ക് സാധിച്ചു. പുള്ളി വരുന്ന ഫേസും ആ ഒരു ചിരിയൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഭയങ്കര നിഷ്കളങ്കനായിട്ടുള്ള ഒരാളെന്നുള്ളത് നമ്മൾ വിശ്വസിച്ചു അങ്ങനെ ക്യാരക്ടർ ഉണ്ട്. എനിക്ക് ആ ലാസ്റ്റത്തെ കുറച്ച് കുറച്ച് കോൺവെർസേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പം നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ഒരാൾ ലൈഫിൽ ഇങ്ങനെ ഒരു പരാജയപ്പെടുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, അല്ലെങ്കിൽ എന്ത് വന്നാലും നോക്കാൻ ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പിന്താങ്ങാൻ ഒരാളുണ്ടെന്നുള്ളൊരു സംഭവത്തിൽ അത് ഭയങ്കര ഒരു നീഡാണത് എല്ലാവർക്കും. അതില്ലാതെ നമ്മൾ പിന്നെ നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്യുന്ന വീണ്ടും വരിക എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. അപ്പോൾ അതിലൊരാൾ നമ്മളെ താങ്ങാനുണ്ടെന്നുള്ളത് പറയുന്നത് ആ ഒരു സീൻ എനിക്ക് ഭയങ്കര അപ്പോൾ എനിക്ക് ആ പടം ഇതാണ് ഇവിടെ വർക്കായി എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ മുമ്പുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓക്കെയാണ്. ഇപ്പം ഈ മെയ്യഡാനെ കണ്ട സമയത്ത് ലാസ്റ്റ് എത്തുമ്പോൾ എനിക്ക് അരവിന്ദ സ്വാമിയുടെ ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇവൻ നമ്മളും ഒരുപാട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ എല്ലാവരോടും അതിന് സംസാരിക്കാതെ പലരുടെയും പേര് പോലും അറിയത്തില്ല, നമുക്ക് റിലേഷൻഷിപ്പ് അറിയത്തില്ല. പക്ഷെ നമ്മളെ കാണുമ്പോൾ നമ്മൾ കൈയൊക്കെ പോയി കാണിക്കും, അവരോട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഒരു കംഫർട്ട് സോണാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ അതുപോലെ നമുക്ക് എനിക്ക് ചെറിയ ഒരു എലമെൻ്റായിട്ട് കണക്റ്റ് ആയൊരു പടമാണ് ഈ ഡ്രാഗൻ്റെ ആ ലാസ്റ്റത്തെ ആ ഒരു കുറച്ച് ടൈം. പിന്നെ എന്താ നമ്മൾ തിയേറ്ററിൽ കണ്ട വേറെ പടം, പിന്നെ എന്താ നമ്മൾ കണ്ടത്? ഇത് 2 പടം കണ്ടു. ഇവൻ ഗെറ്റ് സെറ്റ് ബേബി പോയി കണ്ടു, അത് ഞങ്ങൾ പോയി കണ്ടില്ല. ഡ്രാഗൺ അത്രയും മോശമായതുകൊണ്ട് കൂടെയാണെന്ന് മോശം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടെ തന്നെ ഞാൻ തോന്നുന്നു. എനിക്ക് മറ്റേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫസ്റ്റ് സീനിൽ തന്നെ ഡ്രാഗന്റെ ഫസ്റ്റ് സീനിൽ തന്നെ എനിക്ക് ഒരു ചെറിയ സീക്വൻസ്, അതിനകത്ത് എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല. ഉടനെ തന്നെയും പറയല്ലോ നമ്മ ബാഡ് ബോയ് ആകും. ആ ലൈനാണ്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ ഇവൻ ആ കോളേജിലെ ഡ്രാഗണാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ.
പക്ഷെ അത് എന്തുകൊണ്ട് എങ്ങനെ അതെ പടങ്ങളൊന്നും കാണാത്തതുകൊണ്ട് അത് കാണുമ്പോൾ അങ്ങനെ സിനിമയ്ക്ക് ഇവന്മാർ കോളേജ് കിടന്ന് അലമ്പാകുന്നു അങ്ങനെയൊക്കെ സീനുകൾ കാണത്തില്ലേ? അങ്ങനെയില്ല. അങ്ങനെ ഒന്നും നീ വിചാരിക്കുമ്പോൾ നായകൻ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നായകൻ ഒരു മാസികയുണ്ടോ? അങ്ങനെ 10 അലമ്പ് സീൻ കാണിക്കുന്നു വിചാരിക്കത്തില്ലേ? അങ്ങനെ ഒന്നും ഇല്ല. ഒറ്റ ലിവ്സ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് ഒരു മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഇവൻ സിഗരറ്റ് വലിക്കും. പാവപ്പെട്ട മനുഷ്യനെ അതെ 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 വെറും പാവപ്പെട്ട മനുഷ്യനെ വർഷങ്ങളോളം അതിന്റെ ആക്ച്വലി അങ്ങനെ ഇങ്ങനെയാണ് ഇവനെ ഡ്രാഗൺ ആക്കുന്നത്. ഡ്രാഗൺ ആക്കി മാറ്റും. അതെ അതെ പാവപ്പെട്ട ഒരു പയ്യൻ അവനാ ഡ്രാഗൺ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിനെ മൂട്ടി സിഗരറ്റ് വലിക്കും, അത്രേ ഉള്ളൂ. അവനവന്റെ കാമുകയായിട്ട് സംസാരിച്ചുകൊണ്ട് മേളിയിരിക്കും. എന്തെങ്കിലും പ്രശ്നം പറ്റിയ കോളേജിൽ അകന്ന് കോളേജിൽ പോലും വരാറില്ല. അവർ താല്പര്യമില്ല കോളേജിൽ. അതൊന്നും കാണിക്കാനുള്ള ടൈമില്ലല്ലോ പടത്തിൽ. ഇവനെങ്ങനെ പക്ഷെ ഡ്രാഗൺ ആയി. അവന്റെ പേരന്റ് ഇതല്ലേ ഷോർട്ട് ഫോം അങ്ങനൊന്നുമല്ല. അതെ. പിന്നെ എനിക്ക് പേഴ്സണലി അല്ലാത്ത പക്ഷം ഇപ്പൊ ഈ ഇങ്ങനത്തെ സിനിമകളിൽ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യനബിൾ അഡ്വൈസുകൾ കൊടുക്കും. അങ്ങനെ കുറച്ചധികം അഡ്വൈസുകൾ ഇതാ കറുത്ത് സൊൾറൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന കുറച്ച് അഡ്വൈസസ് കുറച്ച് പ്രശ്നകരമായിട്ട് ഫീൽ ചെയ്ത പടം ത്രൂ ഔട്ട് അങ്ങനത്തെ കുറച്ച് സംഗതികളുണ്ട്. പിന്നെ ഈ ലവ് സ്റ്റോറീസ് ഇപ്പം കയോഡു ലോറ അപ്പൊ ആ ആക്ട്രസിനെ പല പടങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട് അവരുടെ പോപ്പുലാരിറ്റി വെച്ചിട്ട്. പക്ഷെ അവരെ വെച്ച് എന്ത് ചെയ്യണം എന്നറിയാത്ത പോലത്തെ റോൾസ് ആണ് കൊടുക്കുന്നത്. എല്ലാത്തിനകത്തും ഒരു ഗ്ലാമർസ് ആക്കുന്നില്ലെങ്കിൽ കൂടിയും ഒരു റോൾ അല്ല അത്. നമുക്കത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര പേപ്പർ റൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു അവരുടെ റോളുകളിൽ എപ്പോഴും. ഇപ്പൊ കഴിഞ്ഞ എന്തോ ഒരു ജാതകത്തിനകത്തും അങ്ങനെ തോന്നി എനിക്ക്. അതെ ആക്ച്വലി അതിനകത്ത് ഉണ്ടാകുന്ന ഈ നടിമാരുടെ ലിസ്റ്റിൽ പുള്ളിക്കാരി നമ്മളിങ്ങനെ പടത്തിൽ ഞാൻ ഇനിഷ്യലി കണ്ടുകൊണ്ടിരുന്നപ്പം ഓക്കെ ഈ ക്യാരക്ടർ ആയിരിക്കും പടത്തിലൊരു മെയിൻ ലേഡിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ടാവുന്നെന്ന് വിചാരിച്ചു. അവസാനം പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പക്ഷെ ഇതൊരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് പോകുന്നു. അത്രേ ഉള്ളൂ. ഇവനെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ട് അവര് വേറെ വഴിക്ക് പോകുന്നു. അവര് ലീഡായിരുന്നെങ്കിലും ഇത് വെറൈറ്റി ആണല്ലോ തോന്നിയാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ നായിയെ കൊണ്ടുവന്നു. ഇവിടെ അതുപോലെ തന്നെ വളരെ അത്ര രസകരമല്ലാത്തൊരു റോളാണ് പുള്ളിക്കാരത്തി കൊടുത്തേക്കുന്നത്. ഒരു വലിയ സീക്വൻസ് ഉണ്ട്. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ആ പോയിന്റിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയാൽ ഡേറ്റിന് പോകും. അപ്പൊ ആക്ച്വലി ഇവളിങ്ങനെ ഡേറ്റിന് പോകുന്നുണ്ടെങ്കിൽ ഇവനെ പറ്റി ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണല്ലോ. അപ്പൊ എനിക്ക് കുറച്ച് അത് വളരെ ഡയറക്റ്റ് ആണ് റൈറ്റിംഗ് ഒക്കെ. എനിക്ക് കുറച്ച് ബോക്സുകൾ ടിക്ക് ചെയ്യാനുണ്ട് പോയാലോ എന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും ബോക്സ് ടിക്ക് ചെയ്യാൻ, എന്നിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അപ്പം ഇവൻ വന്ന് കാറ് തുറക്കുമ്പോ ലോയൽറ്റി ചെക്ക് ചെയ്യുന്നതാണ് സ്കിൽലെസ്. ഇവൻ RCB ഫാനാന്ന് പറയും. എന്തുകൊണ്ടാ ചെന്നൈക്കാരെല്ലാം പൊതുവെ ചെന്നൈ നമ്മൾ മാറാൻ പറ്റില്ല. അതായത് കപ്പടിച്ചില്ലെങ്കിലും ഈ ചാനൽ തോറ്റുപോയെന്ന് വെച്ച് വിട്ട് കളയാൻ പറ്റും. അങ്ങനെ എന്തോ അതന്നെ. അവര് ഇത്ര വർഷമായിട്ട് കളിച്ചിട്ട് അവർ കപ്പടിച്ചിട്ടില്ല, അവര് തോക്കുന്നുണ്ട്. മലയാളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പറയാറ്. അല്ല അതൊക്കെ ഇങ്ങനെ ടിക്കൊക്കെ വരുമ്പോഴത്തേക്കും അവൾ ടിക്കറ്റ് പോയി ഇങ്ങനെ ഇവൻ കൊള്ളാം 16 ടിക്കറ്റ് പോയി. അപ്പൊ നമുക്ക് അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകേണ്ടതായിരുന്നു. അവരിരുന്നു എന്ത് എവിടം വരെ പോയി, ഇതൊക്കെ ഇവന്റെ സ്വപ്നമാണെന്നൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നത്. അല്ല നോക്കുന്ന പെമ്പിളാരുണ്ട്. ഞാൻ പറയുന്നത് നോക്കുന്നില്ല എന്നുള്ളതല്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ ബോക്സ് വെച്ച് ഒരു പേപ്പർ വെച്ച് ടിക്കറ്റ് കൊടുക്കാതെ അവരുടെ മനസ്സിൽ ടിക്ക് ചെയ്യുന്നുണ്ട്. അതേ ഉദ്ദേശം. ഞാൻ ഫിലിം മേക്കിങ്ങിനെ കുറിച്ചേ പറയുന്നുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ആളുകളില്ല, ഇങ്ങനെ കോളേജ് അലമ്പി നടന്ന പിള്ളേരില്ല, ഇങ്ങനത്തെ ഇതൊന്നുമല്ല പ്രശ്നമൊന്നുമല്ല. ഇതൊന്നും എനിക്ക് ഫണ്ണല്ലെന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ സ്ക്രീനിൽ കാണുന്നതിനെ കുറച്ചുകൂടി ഫൺ പടമാണ്, പക്ഷെ ഫണ്ണല്ല എന്നുള്ളതാ പോയിന്റ്. ആർക്ക് പുള്ളിക്ക് ഫണ്ണല്ല, അത്രയാണ്. എനിക്ക് ഫണ്ണല്ല. ഞാനിതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരാ ചിലര് ഈ കൈയുടെ ലോഹറിനെ കണ്ടിരിക്കും. അതെ വാച്ചിങ് ഫോർ ദ പ്ലോട്ട് ആൻഡ് ദ പ്ലോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഓരോ സിനിമ കാണാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. കയ്യാത് മലയാളത്തിൽ പേര് പടം വെച്ചിട്ടുണ്ടല്ലോ 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട്. അതല്ലേ ഫസ്റ്റ് പടം, മലയാളത്തിലെ ഫസ്റ്റ് പടം. പിന്നെ തിയേറ്ററിൽ നമ്മൾ പിന്നെ ഒരു പടം കണ്ടായിരുന്നു. ഏത് പടം കണ്ടത്? അല്ല ഞാൻ പിന്നെ കണ്ടത് ഗെറ്റ്സെറ്റ് ബേബി ആയിരുന്നു. ഇവൻ ഗെറ്റ്സെറ്റ് ബേബി വേണ്ട, ഞങ്ങൾ കണ്ടില്ല, കാണാൻ പറ്റില്ല. ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങൾ ഓടി ചാവ കാണാൻ പോയത്. അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുകയില്ല. അങ്ങനെ വെളുതിട്ടത് പറയില്ല. ഫീൽ ഗുഡ് ജോൺ വരുന്നൊരു പടം അത്രേ ഉണ്ട്. പക്ഷേ നമ്മൾ അതിന്റെ ഈ ഒരു സെയിം പ്ലോട്ടിൽ, ആ പടത്തിന്റെ സെയിം പ്ലോട്ടിൽ ഒരു ഹിന്ദി പടം ഉണ്ടായിരുന്നു, ആയുഷ്മാൻ ഖുറാനയുടെ. അത് തന്നെയാണോ? അല്ല മെയിൻ സെയിം സാധനമല്ല, പക്ഷെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആകാൻ ശ്രമിക്കുന്നത്. അപ്പം പക്ഷെ അതിനകത്ത് അത് വർക്കായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ
ഈ നോർത്ത് ഇന്ത്യ സൈഡിൽ തന്നെ ഒരുപാട് ഇപ്പോഴും ഒരുപാട് ഡെവലപ്പ് അല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. ഇവൻ അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി നിൽക്കുമ്പം അവിടുത്തെ ആൾക്കാർ ഒരു ആണിനെ അതിനകത്ത് കുറച്ച് ഫണ്ണും പരിപാടികളും അതിപ്പം ഇവർ ആക്ച്വലി ഇതിനെപ്പറ്റി എന്തോ സംസാരിക്കുന്നത് ഞാനൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു പറയുന്നുണ്ട് ഈ കൺസെപ്റ്റ്, അതായത് ഒരു ആൺ ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോകാൻ ഇപ്പോഴും പെൺകുട്ടികൾക്ക് ഒരുപാട് പേർക്ക് മടിയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് അതാ പറഞ്ഞത്, ഇപ്പം ഈ സാധനത്തിനകത്തും അങ്ങനത്തെ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തുള്ള സംഭവങ്ങൾ കുറച്ച് കാണിക്കുന്നുണ്ട്. ഇവനെ കൊണ്ട് എടുപ്പിക്കാതെ വൈറ്റായിട്ടേ കൊണ്ടുവന്ന് പ്രസവിപ്പിക്കുന്ന സാധനം. അപ്പോൾ അതൊക്കെ കുറച്ച് സാധനം കാണിച്ചിട്ട് പിന്നെ ഡയറക്റ്റ്ലി ഇവിടുന്ന് ജമ്പ് ചെയ്ത് പോണത് മറ്റൊരു സ്റ്റോറിലേക്ക് IVF എന്ന് പറയുന്ന സംഭവം. അതായത് പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന മറ്റേ ആ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് മറ്റേ 101 മക്കളുണ്ടാക്കുന്ന മറ്റേ കുംഭത്തിൽ നിന്നുണ്ടാക്കുന്നത്, അതായത് IVF-നെ ബേസ് ചെയ്ത സാധനം പറയുന്നത്. അപ്പം അതിലേക്കാണ് പിന്നെ പോയത്. അപ്പോൾ ഇവൻ മറ്റേ IVF-ൻ്റെ ഒരു വലിയ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്, അതിലേക്ക് ജമ്പ് ചെയ്ത് പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നൊരു ലൈനൊക്കെ പോയി. പിന്നെ നമുക്ക് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഫാമിലീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വൺ ടൈം അവർക്ക് കാണാം, അത്രേ ഉള്ളൂ. വേറെ വലിയ കുറ്റം പറയാനും വലിയായിട്ടൊന്നുമില്ല, വലിയ പ്ലസ് പോയിന്റ് പറയാനും വലിയായിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു പടം, ഒരു മിഡ് പടം, ഒരു മിഡ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തിയേറ്ററിൽ ആ പടം എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ എനിക്ക് വലിയ വർക്കായില്ല. ഇപ്പോൾ OTT കണ്ടു ചിലപ്പോൾ വർക്കായെന്നിരിക്കാം. അങ്ങനെ ഇപ്പോൾ ഈ പടം പിന്നെ കാണുന്ന ഒരാൾ ഇപ്പോൾ OTT കാണും, ഇത് നല്ലൊരു പടമാണല്ലോ അങ്ങനത്തെ. ഇതിന് ഈ പറഞ്ഞ സംഭവം നമ്മൾ വേറൊരു പോഡ്കാസ്റ്റിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ അതായത് ഒരു പടം അല്ലെങ്കിൽ ഒരു കണ്ടന്റ് റിലീസ് ചെയ്യുന്ന ഫോർമാറ്റ്, ഇപ്പോൾ ഫോർമാറ്റ് അനുസരിച്ച് അതിൻ്റെ ഒപ്പീനിയൻസ് ചേഞ്ച് ആവും. അത് ഒരുപാട് പടങ്ങളിൽ ഇവർ രഞ്ജിത്തൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ തിയേറ്ററിൽ വർക്കായില്ല, പക്ഷേ OTT ഭയങ്കരമായിട്ട് ഓടി, അല്ലെങ്കിൽ TV വന്നപ്പോൾ ഒരുപാട് ഓടി. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതന്നെ ഇപ്പം നമ്മൾ റിലീസ് ചെയ്യുന്ന ഫോർമാറ്റ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇമ്പാക്റ്റ്, ആ പടത്തിൻ്റെ ഇമ്പാക്റ്റും പരിപാടികളും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ ചാവ YouTube കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അങ്ങനെ അതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡ്രാഗൺ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും OTT കാണുന്നത്. എനിക്ക് ചിലപ്പോൾ OTT കണ്ടിരുന്നെങ്കിൽ ഇത്രയും നമുക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്നാണ്. അറിയോ, ഇത് രാവിലെ ഫുഡ് കഴിക്കാതെ ഞങ്ങൾ വിളിച്ചപ്പോൾ പല്ല് പോലും തേക്കാതെ ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് വന്ന് തിയേറ്ററിൽ വന്നിരിക്കുക, ട്രെയിലർ പോലും കാണുന്നത്. എന്ത് തേങ്ങ കാണാൻ. എനിക്ക് തോന്നുന്നു ഡ്രാഗൺ ഒരു തിയേറ്റർ സ്റ്റഫാ. അതിനെ സംബന്ധിച്ച് അത് ആർക്കെന്ന് വെച്ചാൽ പുള്ളിയുടെ കാര്യം പുള്ളി പറഞ്ഞത്, അതായത് തിയേറ്റർ സ്റ്റഫാണ്, അത് തിയേറ്ററിൽ പോയി കാണാം. ഈ ടൈപ്പ് ഓഫ് പടങ്ങൾ ഇഷ്ടമാണ്. നമ്മുടെ തിയേറ്ററിൽ അങ്ങനെ ആളൊന്നും ഇല്ല. പിന്നെ അവന്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു സീനില്ലേ, അല്ലല്ല അതിന് മെയിൻ ഒരു റീസൺ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിന്റെ സൗണ്ട് ഡബ്ഡ് ആയിരുന്നു ആ പടം. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഇനിഷ്യലി ആക്ട് ചെയ്തപ്പോൾ ഉള്ള ഡയലോഗ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ സൗണ്ടിന്റെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇത് കിടക്കുന്നിടത്തും ഡബില് കിട്ടിയ എനർജിയും ആക്ടിങ്ങിന്റെ എനർജിയും ഭയങ്കര ഡിഫറെന്റാണ്. എനിക്ക് ആക്ച്വലി കുറേ കാലത്തിന് ശേഷം അത്രയും ഡിഫറൻസ് ഞാനൊരു പടത്തിൽ കാണുന്നത്, അത് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഈ സൗണ്ട് എന്ന ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഇങ്ങനൊരു വേരിയേഷൻ കണ്ടപ്പോൾ ഒരു ഇതെന്താണ് ഇങ്ങനെയും തോന്നിപ്പോയി. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, പടം നിങ്ങൾക്ക് ബോറടി പടം ബോറടിക്കുമ്പോൾ നമുക്ക് അതുകൊണ്ടായിരിക്കും. പിന്നെ പാട്ട് രസമാണ്, ഒരു പാട്ട് എനിക്ക് ഭയങ്കര ലിയോൺ ജെയിംസ് മ്യൂസിക് ആയിരിക്കുന്നത്. പുള്ളി ഇവന്റെ ഡയറക്ടർ അശ്വന്ത് മാലിമുത്ത് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് പടം മറ്റേ ഇതാ ഓ മൈ കടോള്. അപ്പോൾ ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ തന്നെ. അപ്പോൾ അതിലും ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു, കഥയിപ്പോമ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ ഇതിൽ ആ വഴിത്തുണ എന്ന് പറഞ്ഞ സോങ്ങും ഭയങ്കര രസമാണ് കേൾക്കാൻ. മറ്റേ പാട്ടായിരുന്നു കുറച്ചുകൂടെ ഫൺ. ഒരു പാട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ വണ്ടി വന്നപ്പോഴൊക്കെ കേട്ടോണ്ടിരുന്നത്, ഈ ഡ്രാഗണിലെ മറ്റേ വഴിത്തുണ എന്നുള്ള സോങ്, അതല്ലേ നമ്മൾ കേട്ടോണ്ടിരുന്ന പാട്ട്? അതാണ്. ആ മറ്റേ പാടൊന്നും നമ്മൾ കേട്ടില്ല. മറ്റേ പാടൊന്നും എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നില്ല. പിന്നെ എൻ്റെ ടൈറ്റിൽ സോങ്ങും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ സൗണ്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ BGM ഭയങ്കര ഗംഭീരമായിരുന്നു, ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്. ആ ടൈറ്റില് വീഴുമ്പോ തന്നെ ഭയങ്കര ഇമ്പാക്ട്, ഭയങ്കര ഇട്ടിച്ചങ്ങ ടൈറ്റിൽ വീഴുന്നത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ചാവ ഞങ്ങള് റിവ്യൂസ് വായിച്ചപ്പം മ്യൂസിക്കിന് ഭയങ്കര റിവ്യൂ ആയിരുന്നു. ബട്ട് അതിങ്ങനെ മിക്സ്ഡ് ആയിരുന്നു. ചില സീനുകളിൽ പക്ക ഇമ്പാക്ട് ഉണ്ട്, ചില സീനുകളിൽ എനിക്ക് തോന്നിയത് ഇതിന്റെ വിഷ്വലും ഓഡിയോയും തമ്മിൽ മിസ്മാച്ചാണ്. ഓഡിയോ വേറൊരു മൂഡിലാണ് പോകുന്നത്, വിഷ്വല് വേറൊരു മൂഡിലാണ്. ഒന്നെങ്കിൽ ഇത് എഡിറ്റ് BGM ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റീ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മൂഡ് മാറ്റിയിട്ടുണ്ട്. അതിന്റെ താളത്തിനല്ല കട്ട് വീഴാത്ത അങ്ങനെ കുറെ ഇഷ്യൂസ് ഫീൽ ചെയ്തായിരുന്നു. അപ്പൊ ആ പടത്തിലൊരു പാട്ടൊക്കെ ഭയങ്കര കുറച്ച് ഹിറ്റായ ഒരു സോങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ പടത്തിൽ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര ഒരു വലിയൊരു സീക്വൻസ് ഉണ്ട്. ഇവര് എന്താ പറയാ, ഒരു ആക്ഷൻ സീക്വൻസ് ആണ്. അതിങ്ങനെ മൾട്ടിപ്പിൾ
അതായത് വെള്ളത്തിൽ ഫൈറ്റ് നടക്കുന്നു, മണ്ണിൽ നിന്ന് ചാടി വരുന്നു, പിന്നെ മരങ്ങൾക്കിടയിൽ നിന്ന് വരുന്നു. ഈ സീക്വൻസിൽ ഈ സീക്വൻസിൽ ഫുള്ള എന്നാ ഹേ നരസിംഹ എന്ന് പറഞ്ഞ സോങ് ഇട്ടാണ് പുള്ളിയുടെ കഥയ്ക്കകത്തെ ഒരുപാട് ഫേമസ് ബാറ്റിൽ. പുള്ളി ആക്ച്വലി ഒരുപാട് യുദ്ധങ്ങൾ 127 യുദ്ധം അത്ര എന്താ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്ര യുദ്ധത്തിന് പുള്ളി വിജയിച്ചു. അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള 4 കഥകൾ ഇവർ സെലക്ട് ചെയ്തിട്ട് അത് ഈ ഒരു മ്യൂസിക്കിനകത്ത് ഇട്ടിട്ട് ഒരു മൊണ്ടാഷ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഈ യുദ്ധങ്ങളുടെ സ്പെസിഫിക്സ് അറിയത്തില്ല. ചിലപ്പം അത് അറിയാവുന്ന ഒരാളെ ഉദ്ദേശിച്ചായിരിക്കും ഈ 4 യുദ്ധം സെലക്ട് ചെയ്ത് അവർ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു മൊണ്ടാഷ് പോലെ പ്രസന്റ് ചെയ്യും. ഇപ്പം നമുക്കുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിൽം മേക്കിംഗ് മാത്രമാണ്. അതാണ് നമ്മൾ പറയുന്നത്. അതെ അതെ, അതായത് വെള്ളത്തിൽ നിന്ന് മറ്റേ റോപ്പ് ഇത് പടത്തിൽ അയ്യോ ഞങ്ങൾ ആക്ച്വലി ചാവയുടെ കാര്യം പറഞ്ഞ വലിയൊരു കാര്യമാണ്. അതിന് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ റോപ്പ് വർക്ക്, അതായത് റോപ്പ് വർക്ക് കയർ കെട്ടൽ പരിപാടി. അതായത് അതിൽ വെള്ളത്തിൽ നിന്ന് കയർ കെട്ടി പൊക്കുന്നുണ്ട്, മരങ്ങൾക്കിടയിൽ കയർ കെട്ടി അടിക്കുന്നുണ്ട്, പിന്നെ മണ്ണിൽ നിന്ന് കയർ കെട്ടി പൊക്കുന്നുണ്ട്. കുതിര ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുതിരയെ മാത്രം കയർ കെട്ടി പൊക്കിയിട്ടില്ല. അല്ല അത് ചാടുന്ന സീനിൽ തന്നെ ചാടിയതാ, അല്ലെങ്കിൽ പൊക്കുന്നറിയാം. അതെ. അത് ആക്ച്വലി നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് റോപ്പ് വർക്ക് എന്ന് പറയുമ്പോൾ റോപ്പ് വർക്ക് എല്ലാ പടത്തിലും ഒരുപാട് പടങ്ങളിൽ നമുക്ക് തോന്നുന്ന ഈ റോപ്പ് വർക്കിന്റെ ഡൈനാമിക്സ് എന്തോ ഒന്നെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ അതിന്റെ പേരിൽ ഭയങ്കര ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ സിനിമയിൽ ഈ ഫൈറ്റ് സീക്വൻസ് ഇടയ്ക്ക് റോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ഇടികൊള്ളുമ്പോൾ ആൾ തെറിച്ചു പോകുന്ന സീക്വൻസ് നമ്മുടെ മുമ്പിൽ ഇന്ത്യൻ സിനിമകളിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു രീതി ഉണ്ടല്ലോ. അതിന്റെ ഇത് പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഒരാൾ താഴെ വീഴുന്നതിന് ഒരു ഫിസിക്സ് നമ്മൾ നേരിട്ട് കണ്ട് ശീലിച്ച മൂവിയിൽ കണ്ട് ശീലിച്ചത് വേറൊരു ഫിസിക്സ്. അപ്പൊ അത് കണ്ട് നല്ല രീതിയിൽ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഈ കയറി അത് ഇഷ്ടപ്പെടുമല്ലോ നമുക്ക്. അതിപ്പോ ഫാന്റസിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ ഒരാളെ നമ്മൾ ഇടിക്കുമ്പോൾ അയാൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ പറന്നു പോകുന്നത് റിയാലിറ്റിയിൽ കുറച്ച് പാടാം. നമ്മൾ കണ്ട് പക്ഷേ അതിനകത്ത് തന്നെ ആ പറന്നു പോകുന്നതിനകത്ത് രസകരമായിട്ട് ഫിസിക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആപ്ലിക്കബിൾ പടങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞത് ആ പടത്തിന്റെ ഫിസിക്സ് അങ്ങനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ പടത്തിന്റെ ഫിസിക്സ് ഇങ്ങനെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ജാവ എന്ന ക്യാരക്ടർ പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയല്ല. പുള്ളിക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇവരുടെ വാർ ടെക്നിക്സ് പോലത്തെയാണ് ഇത് കാണിക്കുന്നത്. അതായത് ഇവരിങ്ങനെ മരങ്ങൾക്കിടയിലൂടെ ഇവരിങ്ങനെ ഔറംഗസേബിന്റെ ആർമി കാട്ടിനുള്ളിൽ നടന്നു വരുമ്പോൾ ഇവർ മരത്തിൽ മറ്റേ വള്ളിയിൽ തൂങ്ങി വന്നിട്ട് ചെയ്യുകയാണ്, ഇവരെ കൊല്ലുകയാണ്. അതുപോലെ തന്നെ ഇവർ വെള്ളത്തിനടിയിൽ നിന്ന് ചാടി ഉയർന്ന എയറിൽ നിന്ന് അമ്പ് വിട്ട് കൊല്ലുകയാണ് ഇവരെ. അതുപോലെ മണ്ണിനടിയിൽ മൂടിക്കിടക്കുക. മറ്റേ നരസിംഹത്തിൻ്റെ കാര്യം പറയുന്ന പോലെ അതിൽ ലാലേട്ടൻ്റെ എൻട്രിയെ പറ്റി പറയുന്ന പോലെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക കുറേ നേരമായിട്ട് വരും. അതേപോലെ ഒരു മണ്ണിൽ കുഴിച്ച് കിടക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമല്ലോടാ. ഇതിപ്പോൾ ഇവിടെയാണ് വില്ലന്റെ കോട്ടയെങ്കിൽ ഇതിന്റെ തൊട്ടിപ്പുറത്ത് മറ്റേ വെള്ളത്തിൽ കിടക്കും. വെള്ളത്തിൽ കൈഴാൻ ചെല്ലുമ്പോൾ ഒരു അമ്പ് വരുന്നു വെള്ളത്തിനടിയിൽ നിന്ന്. അപ്പോൾ ഞാൻ പറയാം സിനിമയിൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറം കാണിച്ചിട്ടുണ്ട്. കാണിക്കാം ഇത് കാണിക്കരുതെന്നുള്ളതല്ല. പക്ഷെ നമ്മളിത് കാണിക്കുമ്പോൾ ഇതിനെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് കാണുമ്പോൾ മീഡിയമാണ്. നമുക്കിത് കാണുമ്പോൾ വാവ് എന്ന് തോന്നണം. പക്ഷേ സമയത്ത് നമ്മളിത് കാണുമ്പോൾ അയ്യേ എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ, ആ സാധനം വർക്കാവുന്നില്ലെന്നാ. ചിലപ്പോൾ ഇത് ഞങ്ങൾക്ക് വർക്കായില്ലെന്ന് നമ്മൾ പറഞ്ഞത്. എനിക്ക് ചിലപ്പോൾ കാണുമ്പോൾ അവിടെ രസമുണ്ടല്ലോടാ, വെള്ളത്തിനടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി ഒന്ന് ഏറി ഒന്ന് വമ്പ് എന്ന് കണ്ടപ്പം നമ്മൾ ഇതിനകത്തൊക്കെ ഉണ്ടോ ആറാറിനകത്തും ഇതിന്റെ ഒരു ഛായുള്ള അല്ലെങ്കിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിൽ ഇതിന്റെ എന്തെങ്കിലും ഉണ്ടോ? മറ്റേ മഹാരാജാവിന്റെ പടത്തിൽ. അതെ. അതായത് അടുത്ത പടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഡാക്കു മഹാരാജ് തിയേറ്ററിൽ കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. കാരണം ഞാൻ ആക്ച്വലി പുള്ളിയുടെ ലാസ്റ്റ് 2 പടങ്ങൾ, അതായത് ഇതായിരുന്നു മറ്റേ പടം ശ്രീലീല അല്ല ശ്രീലീല പടം ഉണ്ടല്ലോ മറ്റേ ഭഗവന്ത് കേസരിയും പിന്നെ മറ്റേ വീരസിംഹ റെഡ്ഡി അല്ലേ, ഈ 2 പടവും തിയേറ്ററിൽ പോയി കണ്ടു. അതായത് ബാലയ്യ സിനിമകൾ നമ്മളിങ്ങനെ ട്രോൾ മെറ്റീരിയൽ വഴി നമ്മൾ കണ്ടതും പിന്നെ പണ്ട് പോലെ ഇങ്ങനെ കുറേ പടങ്ങളുടെ ക്ലിപ്പിംഗ് ഒക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയുടെ പല പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിത് കാണുന്നത് കുറച്ച് ഫണ്ണായിട്ട് നമുക്ക് കണ്ട് ആ ലൈനിൽ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ ഇവിടെ കാണുന്നത് അപ്ഗ്രേഡ് ആയി മാറുന്ന ബാലയ്യ പടം. അതെ. അത് ആക്ച്വലി അതെനിക്ക് തോന്നുന്നു മറ്റേ ഈ വീരസിംഹ റെഡ്ഡി കാണാൻ പോയപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര വന്നപ്പടം. പക്ഷെ അതിനകത്തെ ഫൈറ്റ് സീക്വൻസും പരിപാടി എല്ലാം ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ റോപ്പ് വർക്കാണ് മൊത്തം. അതിങ്ങനെ ഭയങ്കര ആ റോപ്പ് വർക്കിനകത്ത് അവർക്ക് ഫിസിക്സ് ഇല്ല, പക്ഷെ അവരതിനെ പ്രസന്റ് ചെയ്യുന്ന ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബാലയ്യ ആളെ ഇടിച്ച് 4 പേരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ എയറിൽ നിന്ന് കറങ്ങി വരും. പക്ഷെ അതിനകത്ത് അത് ഫിസിക്സും അല്ല, അത് നമ്മൾക്ക് കൺവിൻസിങ്ങും അല്ല. പക്ഷെ നമുക്കത് രസകരമാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിൽറ്റി പ്ലഷർ എന്നൊക്കെ അതെ, നമുക്കത് രസകരമാവുന്നുള്ളൂ. കാര്യം നമ്മൾ കാണാൻ വന്നത് ഇതാ, അത് നമുക്ക് അവർ ഡെലിവറി ചെയ്യാം. പക്ഷെ അതിനകത്ത് അവരൊരു ഭയങ്കര രസകരമായിട്ട് ഇവരുടെ കുറച്ച് എഫക്ട്സുകളുണ്ടല്ലോ, ഈ സ്പെഷ്യൽ എഫക്ട്സുകളുണ്ടോ, ഈ പറഞ്ഞ കാറ്റ്. പിന്നെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ഫിൽം മേക്കേഴ്സ് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കരുത്.
അവരിതിനെ സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് കുറച്ച് പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നത്. അവരും ഇതിങ്ങനാടാ ഇതാണ് ലൈനിൽ അവരെടുക്കണം, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെയാണ്. ബട്ട് ഇത് ഷാവയ്ക്കകത്ത് അവർ ഭയങ്കര സീരിയസ് ആണ്. ഇയാൾ അടിച്ച് 4 പേർ കുത്തിപ്പൊങ്ങുന്നത് സത്യമാണോ എന്നുള്ള ലൈനിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ബാലകേടായി. അപ്പോൾ ബാലകേടായി പടങ്ങൾ കണ്ട് ഇപ്പം വീരസിംഹനെ വേണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ നടന്നത് ഓക്കെ, നമ്മൾ തിയേറ്റർ കഴിയുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ കൂടെ ഇരുന്ന് ചിരിക്കുക. നമ്മളത് അങ്ങനെ എൻജോയ് ചെയ്ത്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ അടുത്ത പടം നമ്മൾ തിയേറ്ററിൽ കാണുന്നതാണ് ഭഗവൻ കേസരി വന്നപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കൊച്ചിയിലേ ഉള്ളൂ ഈ പടമൊക്കെ, ഇവിടെ ആലപ്പുഴയിലൊന്നും റിലീസില്ലല്ലോ ഇതിന്. അത് അവിടെ പോയി ഞങ്ങൾ ഭഗവൻ കേസരി കണ്ടു. അപ്പോൾ ഭഗവൻ കേസരി കാണാൻ വേണ്ടി ഞങ്ങൾ വേറെ തന്നെ കൊണ്ടുപോയി കൂടെ. അപ്പോൾ അവനോട് പറയേണ്ട ബാലയുടെ പടമാണ്, ഫണ്ണാണ്, നമുക്ക് ഇങ്ങനെയാണ് കാണേണ്ടതെന്നുള്ള ലൈനിൽ കൊണ്ടുവരുത്തി. പക്ഷേ സർപ്രൈസിംഗ്ലി ആ സിനിമയിൽ ആ പരിപാടി കുറച്ച് കുറവായിരുന്നു. ഉണ്ട്, സിനിമയിലുണ്ട്, വലിയ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് മറ്റേ ലോറി ചാടിച്ച് കൊണ്ടുവന്ന് അത് എവിടെയൊക്കെ ചാടുന്നു, എവിടെയൊക്കെ ചാടുന്നു, അതിൻ്റെ മറ്റേ എന്താ പറയുക ഫുള്ള് അത് പൊളിച്ച് കളഞ്ഞ് ലൈൻ കമ്പി തൂങ്ങി താഴെ ഇറങ്ങുന്നു, പിന്നെ കുറേ പേര് അടിക്കുന്നു, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷേ ആ സിനിമയിൽ നമ്മൾ കാണാൻ പോയ ബാലയ്യപ്പടം നമ്മളെ വീരസിംഹ റെഡ്ഡി കണ്ടതിൻ്റെ പാതി പോലും ഇല്ല ഭഗവാൻ കേസരിയില്ല. അപ്പം എൻ്റെ കൂടെ വന്ന കൂട്ടുകാരെ കുറച്ച് ഡിസപ്പോയിൻ്റ് ആയി. കാര്യം അവൻ പറയണം നിങ്ങൾ പറഞ്ഞ അത്ര ഇല്ലല്ലോ, ഇത് കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു സിനിമയാണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ദാക്കു മഹാരാജൻ ട്രെയിലർ കണ്ടാകുമ്പോൾ നമ്മൾ വിഷ്വലി ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതെ. അപ്പോൾ ആ സിനിമ വന്നിട്ടുണ്ട്. ആ പടത്തിൻ്റെ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവരുള്ള പടം അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് തിയേറ്ററിൽ ഇവിടെ കേരളത്തിലെ പടം റിലീസില്ലായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വെയിറ്റ് ചെയ്തിരുന്നു. അത് OTT വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു തട്ടുപൊളിപ്പൻ മാസ് മസാല പടങ്ങളിൽ ബെസ്റ്റ് പടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടുപൊളിപ്പൻ മാസ് മസാല പടമാണ്. അതിനകത്ത് ഈ പറഞ്ഞ ലോജിക്കില്ലായ്മയും വരെ ഭയങ്കര വലിയ പുതുമയുടെ കഥയോ പരിപാടി ഒന്നുമില്ല. കഥയെല്ലാം മറ്റേ പഴയ കഥ, ഈ സീനുകൾ, പ്രഡിക്റ്റബിലിറ്റി ഫാക്ടർ എല്ലാം ഉണ്ട്. നമുക്ക് വേണ്ടാത്ത പാട്ടുണ്ട്, എല്ലാ സാധനവും ഉണ്ട്, അനാവശ്യമായ നായികയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനകത്ത് ഇതിൻ്റെയൊക്കെ മിക്സ് ഇതിനെ മൊത്തത്തിൽ ഈ പടത്തിൽ ഇതിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. അതാണ് പിന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കാനുള്ള എൻ്റെ വിഷ്വലാണ്. എല്ലാ ഷോട്ട് ബൈ ഷോട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല. അത് വിജയ് കാർത്തിക് ആണ് നമ്മുടെ ജയിലറിൻ്റെ ക്യാമറമാൻ, പുള്ളിയാണ് ചെയ്തേക്കുന്നത്. ജയിലർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. അതെ, ജയിലർ ഇതിലും അതുപോലെ മറ്റേ ഫ്രെയിമിങ്ങിലൊക്കെ ക്യാമറ വർക്കിൽ വളരെ നല്ല. ഇതിലും ഫ്രെയിമിങ്ങിൽ ഭയങ്കര കുറേ സീനുകളിലൊക്കെ മറ്റേ ഈ പറഞ്ഞ പോലെ ഹെഡ് റൂം ഒക്കെ ഭയങ്കരമായിട്ട് കൊടുത്ത് ഫ്രെയിമിങ്ങിൽ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. അത് മറ്റേ നെൽസന്റെ പടങ്ങൾക്ക് എപ്പോഴും ഈ എല്ലാ ക്യാരക്ടേഴ്സും അധികം മൂവ് ചെയ്യാത്ത ക്യാരക്ടേഴ്സും ക്യാമറയും അങ്ങനെയാണല്ലോ പുള്ളിയുടെ ഒരു പരിപാടി. ഇതിലും അതേപോലെ കുറേ ഷോട്ടുകൾ, ഈ കോൺവെർസേഷൻ ഷോട്ടുകളിലൊക്കെ ഇവരുടെ ക്യാമറ ഈ ഷോട്ട് ഡിവിഷൻസ് ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അതുപോലെ ഈ പടത്തിൽ ഫൈറ്റ് സീക്വൻസ് ഭയങ്കര ഓവറായിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് കാണിക്കത്തില്ല, ഇല്ലേ? വളരെ കുറവാണ്. ഫൈറ്റ് സീക്വൻസിൻ്റെ ഡ്യൂറേഷൻ ഭയങ്കര കുറവാണ്. അതായത് നായകൻ വന്ന് 10 പേരെ ഇടിക്കുന്ന സീനാണെങ്കിൽ അതിങ്ങനെ സ്ലോ മോഷൻ BGM ഇട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഇടിച്ച് അവർ കറങ്ങി, അത്രയും സമയമൊന്നുമില്ല. പെട്ടെന്ന് ഒരു 1.5 മിനിറ്റിൽ 2 മിനിറ്റിൽ ഫൈറ്റ് തീരുക, അത്രയും പോലും ഇല്ല. അതായത് ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞാൽ ഫൈറ്റിലല്ല ഇൻട്രസ്റ്റ്, ആ ഫൈറ്റിന് മുമ്പുള്ള പരിപാടിയിലാണ് നമുക്കൊരു രസം. ഈ ഫൈറ്റ് ഇവർ എടുത്തിരിക്കുന്നതും ഭയങ്കര രസമാണ്. അത് നമുക്ക് കാണുമ്പോൾ ഇയാൾ 10 പേര് ഇടിക്കുന്നുണ്ടെങ്കിലും മറ്റേ പഴയ റോപ്പ് വർക്ക് നമുക്കിങ്ങനെ ഫുള്ളി വിസിബിൾ ആകുന്ന പോലെ അല്ല. അത് എഡിറ്റിങ്ങിൽ അതിന് ഭയങ്കര വൃത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഹൈലൈറ്റ് BGM. തമൻ ആക്ച്വലി നട്ടല്ലേ പടത്തിൻ്റെ, തമനാണ് സിനിമയുടെ ജീവൻ. അതായത് ബാലയെ കാണിക്കുന്ന സീനിൽ പുള്ളിയുടെ BGM ഞാനിത് കമ്പ്യൂട്ടറിൽ ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വന്നു. ഈ ആരൊക്കെയോ കമന്റ്സിൽ ഞാൻ വായിച്ചിട്ടുണ്ട് തമന്റെ ബെസ്റ്റ് വർക്ക് ബാലയ്ക്ക് കൊടുത്തേക്ക്. നന്ദപുരി തമൻ നല്ല വിളിക്കുന്നത്. നീ എനിക്ക് പറക്കാതെ പോയ അല്ല, ഞാൻ ശരിക്കും പറയാനിരിക്കുന്ന ആളുണ്ട്. അതായത് പടം ഞാൻ കമ്പ്യൂട്ടറിൽ കണ്ടോണ്ടിരിക്കുമ്പോഴും എനിക്ക് രോമാഞ്ചം അല്ലല്ല എനിക്ക് മറ്റേ മറ്റേ സാധനം സിദ്ദിഖിന് മറ്റേ മീമുണ്ടല്ലോ, മറ്റേ കട്ടപ്പനയിലെ മറ്റേ മീമുണ്ടല്ലോ, ജയന്റെ കണ്ടോണ്ടിരിക്കും മറ്റേ അല്ലേ? അതുപോലെ എനിക്ക് ശരിക്കും ആക്ച്വലി ഉണ്ടല്ലോ പുള്ളിയുടെ പടങ്ങൾ മാത്രമല്ല പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര അപ്ഗ്രേഡ് ആണ്. ഈ പടത്തിൽ പുള്ളിക്കാരൻ മറ്റേ പഴയ പോലെ ഡോൺ ട്രബിൾ ദ ട്രബിൾസ് ഈ സാധനങ്ങളില്ല. ചേട്ടാ പുള്ളി പടത്തിൽ കുറച്ച് സംസാരിക്കുന്നുള്ളൂ, പുള്ളിയുടെ സ്ക്രീൻ സ്പേസും കുറവാണ്. മറ്റുള്ള ക്യാരക്ടേഴ്സ് ഫൈറ്റ് ചെയ്യുന്നു, പുള്ളി നോക്കി നിൽക്കുന്നു. ഇതൊക്കെ ബാലയ പടത്തിൽ ആദ്യമാണ്. ബാലയെ പറയുന്നത് ആരും ഇടിക്കണ്ട ഞാൻ ഇടിക്കാം എന്ന് പറയുന്ന പരിപാടിയാണ്.
എത്ര പേര് വന്നാലും ഇടിക്കാം. ഇനി ഡയറക്ടർ ഇതൊക്കെ ചെയ്യിച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാണെന്ന് അറിയത്തില്ല. ബാലയോട് പറഞ്ഞാണ് ഈ ഇടിക്ക് ചെലവാക്കുന്നത് പോയി കട്ട് ചെയ്യാനുള്ളത്. അത് ഡയറക്ടർ പറഞ്ഞത് ആക്ച്വലി എനിക്ക് അതിന്റെ ഡയറക്ഷൻ ഭയങ്കര രസമുണ്ട്. അത് പുള്ളി നല്ല ഒരു ഡയറക്ടറാണ് കേട്ടോ, പുള്ളി കൊള്ളാം. പുള്ളി മുമ്പത്തെ പടം മറ്റേ വാട്ടർ വീര അതെനിക്ക് അത്ര വർക്കല്ല, പക്ഷെ എനിക്ക് ഇത് കുറച്ച് രസമായിട്ടുണ്ട്. കാരണം വാട്ടർ വീരയ്ക്ക് ഞാൻ കേട്ടത് ഈ പറയുന്ന പോലെ തന്നെ ആ നമ്മുടെ ചിരഞ്ജീവിയുടെ റെഗുലർ പടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിരഞ്ജീവിയെ കാണാൻ പറ്റിയെന്ന് അന്നത്തെ റിവ്യൂ കേട്ടായിരുന്നു. അത് മറ്റേ സ്ലാങ് മാത്രമേ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇതുവരെയുള്ള അപ്ഗ്രഡേഷൻ ഒക്കെ സംതൃപ്തി ലേതണ്ടി എന്ന് പറഞ്ഞു കാണും. അപ്പോ പക്ഷെ ആക്ച്വലി വാൾട്ടർ വീരയായിരുന്നു ബാലയ ടൈപ്പ് പടം. അതെ പഴയ ബാലയ ടൈപ്പ് പടം. ഇത് പഴയ ചിരഞ്ജീവി ടൈപ്പ് പടം. ഒരേ സമയത്ത് രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തത്. അങ്ങനെ ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇനി ആഡ് ചെയ്യാൻ സമയമുണ്ടോന്ന് അറിയില്ല, പറയൂ ധൈര്യമായിട്ട് പറയും. വിട്ടുപോയൊരു സംഭവം നമുക്കും കട്ടുകളെ എനിക്കൊരു എന്താ പറയാ, ഒരു മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടായ ഫൈറ്റ് സീനാണ് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ. എനിക്ക് ആ ഫൈറ്റിനെ പറ്റി പടം കാണുന്നതിന് മുമ്പ് കുറച്ച് പേര് ഭയങ്കര റിവ്യൂ പറഞ്ഞിരുന്നു, അതായത് മോർച്ചറി ഫൈറ്റ്. പക്ഷെ എനിക്ക് പ്രശ്നം എഡിറ്റിംഗ് ആയിരുന്നു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എന്താണെന്ന് അറിയത്തില്ല, അതായത് കുറച്ച് നല്ല എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഇടിക്കുക. അതായത് ഒരാൾക്കൊരു ഇടി കിട്ടുക, അത് കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ പ്രസന്റേഷൻ. അത് ചിലപ്പോൾ ഈ എനിക്കൊന്ന് എഡിറ്റിങ്ങിന്റെ ഓരോ പെർ ഷോട്ട് ഒരു 1/2 സെക്കൻഡ് കൂടെ ഭയങ്കര ഷോട്ടിന്റെ ഡ്യൂറേഷൻ ഭയങ്കര ഒരുപാട് ക്ലോസ് അതായത് ടൈറ്റ് ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എനിക്ക് തിയേറ്റർ കണ്ടുകൊണ്ടപ്പോൾ പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് ഒരു കുറവ് പോലെ, അതായത് ഒരു വൈറ്റ് ഷോട്ട് കാണിച്ചാൽ ഇടയ്ക്കൊന്ന് കാണിച്ചാൽ നമുക്കൊരു സമാധാനം കിട്ടും എന്ന് പറയുന്നത്. അതായത് ഈ ക്ലോസ്ട്രോഫോബിക് ഫീൽ ഉണ്ടാക്കുന്ന പോലെ വൈറ്റ് ഷോട്ട് എനിക്കൊന്ന് ഒരു സെക്കൻഡ് വരെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ ഇയാൾ ഇവിടെയാണ്, ഇയാളുടെ കയ്യിലാണ് ഇന്ന സാധനം രജിസ്റ്റർ ആവാൻ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ്. പക്ഷെ അവർ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വേറെ മുറിയിലോട്ട് വന്നിട്ട് മറ്റേ ഇത് തുറന്നിരിക്കത്തില്ലേ, അപ്പൊ ആ സീൻ കൊള്ളായിരുന്നു. മറ്റേ എന്തുവായിരുന്നു അത് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ടാ ഇത്. അപ്പൊ അങ്ങനെ എന്തോ അപ്പൊ അത് നല്ലതാണ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. പക്ഷെ അത് എനിക്ക് ഒരുപാട് റിവ്യൂസിൽ ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. ബട്ട് ഇങ്ങനൊരു എനിക്ക് പക്ഷേ ഈ പറയുന്ന പോലെ സ്ലോ മോഷൻ പരിപാടി ഒന്നുമില്ല, നീറ്റ് ആയിട്ടുള്ള, അതായത് നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് എടുത്തേക്കുന്നത്. എനിക്കൊന്നും പുള്ളി ആ ഡയറക്ടോറിയലി അത് ഫുള്ളി എനിക്ക് തോന്നുന്ന ഒരു കൊറിയോഗ്രാഫർ ഏൽപ്പിച്ചു. ഇത് വൃത്തിയാക്കി വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇമ്പാക്ട്ഫുൾ ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് തോന്നുന്നത്. യൂഷ്വലി ഇപ്പം നമ്മളിങ്ങനെ പടത്തിൽ കാണുന്ന ആ ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടാവുമല്ലോ ഫൈറ്റിനിടയ്ക്ക്, അതാണ് അതിൻ്റെ അടുത്ത് നടക്കാൻ പോകുന്നതിൻ്റെ മെയിൻ ഇമ്പാക്ട്. അപ്പോൾ അത് കുറച്ച് കുറവായിരുന്നു ഇതിനകത്ത് എന്നേ ഉള്ളൂ. പക്ഷേ അത് ഓക്കെ, തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു തിയേറ്ററിൽ ആൾക്കാർ അത് ഒരുപാട് പേര് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് അത്രയും ഇതിൻ്റെ ഇതിനകത്ത് എനിക്ക് ഇമോഷണൽ ഡിസ്കണക്ട് തോന്നിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ഡിവോഴ്സിൻ്റെ റീസണിങ് ആണ്. എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായി. ഇവൻ കാരണമാണെന്ന് പറയുമ്പോഴും അതെന്താണെന്ന് മനസ്സിലായില്ല. ഇവനപ്പോഴൊരു ചെറിയ ട്രോമയാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ അതല്ല, ഇവൻ സ്റ്റേഷനിൽ ഇത് കണ്ടിട്ട് വരുമ്പോഴേക്കും മകള് മരിച്ചല്ലോ. പക്ഷെ എന്റെ മകളെ കൊന്നത് നിങ്ങളാന്ന്. അപ്പൊ മകൾ മരിച്ചിട്ടില്ല. വരുന്ന സമയത്ത് മകള് റൂമിലുണ്ട്, ഇവന്റെ ദേഷ്യം അല്ല. പക്ഷെ ആ റീസണിലേക്ക് എത്തത്തക്ക, അവളുടെ റീസണിലേക്ക് എത്തത്തക്ക ഒരു ഇമോഷണൽ അത് കഴിഞ്ഞിട്ടും ഡെയിലി ഇവളെ റീസൺ ഫോർ ഡിവോഴ്സ് ആയിട്ട് പറയുന്നത് മകൾ മരിച്ചതിന് ഇങ്ങനെയാണ് കാരണം. മറ്റേ എന്നെ ഡെയിലി ഉപദ്രവിക്കുന്നതാണ് ഡിവോഴ്സിന്റെ മെയിൻ റീസൺ. അത് ഓക്കെ, അത് വിശ്വസിക്കാം. പക്ഷെ ഈ മകൾ മരിച്ചത് ഇവൻ കാരണം എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാനുള്ള അത് ഫീൽ ചെയ്തില്ല എനിക്ക്. ഇവള് അത് ഓക്കെ, അത് നമ്മൾ പടത്തിൽ ഓട്ടം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ ഇവൾ തിരിച്ചു പറയുന്നത് എന്തുവാ, നിങ്ങളാണ് എൻ്റെ മകളെ കൊന്നതെന്നാണ്. അപ്പൊ അത് രജിസ്റ്റർ ആയില്ല എന്നാ ഉദ്ദേശിച്ചത്. അപ്പൊ അത് കാണണം. അപ്പൊ ഒന്നെങ്കിൽ അവൻ വന്നിട്ട് മകളെ വഴക്ക് പറയുന്ന ഒരു സീൻ കഴിഞ്ഞിട്ടാണ് അവൾ അത് ഇനി ഇങ്ങനെ എല്ലാം ചെയ്താ എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, ഇനി ഇങ്ങനെ ചെയ്താ പറയാൻ പറ്റിയ കാര്യമാണല്ലോ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ഒരു ഈ വീഡിയോയുടെ ഈ ക്ലിപ്പിಗೆ കാലെടുത്ത് കണ്ടാൽ ഡെഫിനറ്റാണ് നമുക്ക്. അല്ല ഞാൻ പറഞ്ഞ അല്ല, അവന്റെ സിറ്റുവേഷനിൽ അവൻ വരുന്ന റേഞ്ചിൽ അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതിന്റെ പേടിയിൽ ആ കൊച്ചു ചെയ്തത് അല്ല. അതിന്റെ പേടി ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പ് ഒരു സീൻ കൊച്ചിന് അച്ഛന് ഒരു എന്തോ ഒരു ഡിസ്കണക്ട്. അല്ല, അവക്ക് ഒരു ഗിൽറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഭാര്യ ഇവനോട് റൂമിൽ കയറരുത് അടിയായി. അതല്ലടാ ഞാൻ പറഞ്ഞത്. അത് ഇപ്പം മകൾക്ക് അത്രയും ഭയമുള്ള ഒരു അച്ഛൻ
ആണെങ്കിൽ ഓക്കെ, മകൾക്ക് അങ്ങനെ അച്ഛനോട് പറയാം. പക്ഷെ മകൾ ഈസി ആയിട്ട് അമ്മയോട് പറയുന്നുണ്ടല്ലോ. അതേപോലെ ഒരു ക്യാരക്ടറായിരുന്നു അച്ഛനും. അതിനു മുമ്പ് മകൾക്ക് ഈസി ആയിട്ട് അച്ഛനോട് പറയാൻ പറ്റുന്ന ഒരു ആളായിരുന്നു. ഇങ്ങനത്തെ ഒരു കാര്യം അച്ഛനോട് പറയാൻ അച്ഛൻ അറിഞ്ഞെന്ന് അവർക്ക് അറിയത്തില്ലോ. അച്ഛൻ ഈ സ്റ്റേഷനിൽ ഇത് അറിഞ്ഞിട്ട് ഓടി വരുന്നെന്ന് അറിയുന്നില്ലല്ലോ. അതറിയാലോ, മറ്റേ കൂട്ടുകാരൻ മറ്റേ ഇവിടെ വിളിച്ചു പറയുമല്ലേ ആ സമയത്ത്, അമ്മയെ വിളിച്ചു പറയുന്നത്. അങ്ങനെയാണല്ലോ അമ്മ അറിയുന്നത്. അമ്മ വരുമ്പോഴേക്കും മകളിത് പറഞ്ഞോണ്ടിരിക്കും. അച്ഛൻ കയറി വരുമ്പോഴത്തേക്ക് അമ്മ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയും കൂടെ പുറത്തുനിന്ന് ബഹളം വെക്കുക. അപ്പോഴേക്കും ഡോർ അടച്ചു. അപ്പൊ മോൾ ഡോർ അടച്ചു. മോള് കേൾക്കുമല്ലേ? അപ്പം മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ ഈ അമ്മയും അച്ഛനും പുറത്ത് കിടന്നു. അപ്പൊ അതിന് മുമ്പ് ഇവിടെ മരിച്ചു. അല്ലെങ്കിൽ മോളിങ്ങനെ നമ്മൾ സ്ക്രീൻ കാണിക്കുന്നത് അത് എത്ര പേര് കഴിഞ്ഞെന്ന് നമുക്കറിയത്തില്ലല്ലോ റിയൽ. എന്തായാലും എനിക്ക് വർക്കായില്ല, അത്രേ ഉള്ളൂ. എനിക്കത് അല്ലല്ല, ആ റീസൺ എനിക്കൊന്ന് ചിലപ്പോൾ ആ സീൻ എക്സ്റ്റെൻഡ് ആയിരിക്കും, ആ ഏരിയ കട്ട് ചെയ്ത് കുറച്ചായിരിക്കും. അപ്പൊ ആ എന്താ പറയാ, നിങ്ങൾ കാരണമാണ് എൻ്റെ മകള് മരിച്ചതെന്ന അമ്മ എത്താനുള്ള കാരണം പടത്തിലില്ലെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തായാലും മകള് മരിച്ചില്ലേ എന്നുള്ള ഇവന്മാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇവന്മാർക്ക് എന്തൊക്കെയാ വേണ്ട ഒരു സിനിമയ്ക്ക്. അതെ, ഇവന്മാർക്ക് ഒരു പടം കണ്ടിട്ട് പോയാൽ പോലെ ഇവന്മാർക്ക്, അല്ലെ ഇവന്മാർക്ക് എന്തൊക്കെയാ വേണ്ടത് അല്ലേ? ഇവന്മാർക്ക് ക്ലാരിറ്റി വേണം, ഇവന്മാർക്ക് പെർഫെക്ഷൻ വേണം. ഏറ്റവും കൂടുതൽ കമന്റ് വരുന്ന സാധനമുള്ള വർക്കായില്ല വർക്കിന് പോടാ. അതെ, എന്ത് വേറെ അല്ല, പഠിക്കും പാടാ. ഗൈസ്, ഞങ്ങൾ ചുമ്മാ കുത്തിയിരിക്കുകയല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും നിറച്ച് പണിയുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തത്. സിനിമ വന്ന് സിനിമ കാണാൻ സമയമില്ല. ഞാനൊക്കെ ഡെയിലി ഒരു സിനിമ വെച്ച് കണ്ടുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അതിന് സമയം തീരെയില്ല. ഈ തിയേറ്ററിൽ പോയി കാണുന്ന പടം അല്ലാതെ പിന്നെ സമയമില്ല. രാവിലെ പോയാൽ രാത്രിയിൽ വരും. ഡെയിലി കൊച്ചി വരെ പോയിട്ട് തിരിച്ചു വരുന്നു. കൊച്ചിയിൽ കിടക്കുന്നു, ഇടയ്ക്ക് കൊച്ചി തന്നെ. അതെ, ഈ പരിപാടി കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ട് നാളെ വെളുപ്പിനെ ഇറങ്ങി വീണ്ടും ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണ്. അപ്പോൾ എനിക്ക് പിന്നെ നാട് വിട്ട് പോകേണ്ട ആവശ്യമില്ല. ഞാൻ വീട്ടിൽ തന്നെ, അതായത് എനിക്ക് നാട് വിടേണ്ട വീടും വേണ്ട വീട്ടിൽ തന്നെ. പക്ഷേ വീട്ടിൽ തന്നെ ആണെങ്കിലും ഞാനൊരു കമ്പ്യൂട്ടർ മുമ്പിലാണ്, അവിടെ നിന്ന് എഴുതേക്കാൻ സമയമില്ല. അതുപോലെ പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എല്ലാം കൂടെ, ഈ കണ്ട പടങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഒറ്റക്കെട്ടിൽ ഒറ്റ വീഡിയോക്കകത്ത് അടിച്ച് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് നമ്മളിപ്പോൾ ഒരു ഈ വീഡിയോ എടുക്കാൻ എത്ര സമയം എടുത്തോ, നമ്മളിപ്പോൾ ഈ എല്ലാ പടത്തിനും സെപ്പറേറ്റ് വീഡിയോ എടുക്കാനാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ സമയം എടുക്കും. അത്ര സമയം നമ്മളില്ല, ഞങ്ങൾക്കുമില്ല, നിങ്ങൾക്കുമില്ല. അത് തന്നെ, നിങ്ങൾക്ക് ഇത് കാണാനുള്ള സമയം ഉണ്ടാകും. പറഞ്ഞ ഇപ്പം 4 പടത്തിന്റെ റിവ്യൂ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. അതെ, ഇതിനുള്ള സമയം റിവ്യൂ എന്ന് വീണ്ടും പറയാതെ ഡിസ്കഷൻ അങ്ങനെ പറയൂ. അതെ, അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് അടിയിൽ കമന്റ്. അതെ, ഇത് തുടരണോ വേണ്ടയോ? അവര് ഒറ്റയടിക്ക് വേണ്ട ഇത് പറഞ്ഞ് എടുത്തിട്ട് അല്ല, ആദ്യത്തെ 10 മിനിറ്റ് ഇട്ടേച്ച് പോയല്ലോ. അതെ അതെ, ശരിയാ. ഇവിടെ വരെ എത്തുന്ന ആ ഒരു ഭാഗ്യവാൻ, അതായത് ഇത് തുടരണോ വേണ്ടയോ എന്ന് നമ്മൾ ചോദിച്ചാൽ അവനെ സംബന്ധിക്കണം ഒരു പണിയിലായിരിക്കും. അല്ലല്ല, ഈ വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് മാത്രം അല്ലല്ല, ഈ വീഡിയോ ആൾക്കാർ എങ്ങനെ മൊത്തം കാണുന്നവർക്ക് എങ്ങനെ അറിയാമെന്നറിയോ? ഈ വീഡിയോ മൊത്തം കാണുന്നവർ താഴെ വേണോ വേണ്ടയോ, അതായത് ഞങ്ങൾ ഈ പരിപാടി തുടരണോ വേണ്ടയോ എന്നത് കമൻറ്റ് ചെയ്യുക. കാര്യം ഈ വീഡിയോ മൊത്തം കാണണ്ട. ഈ കമൻറ്റ് അത് നമുക്ക് നോക്കാം, ആരെങ്കിലും ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കമൻറ്റ് വന്നില്ലെങ്കിൽ ഈ വീഡിയോ ആരും മൊത്തം കണ്ടിട്ടില്ല. 289 എന്തത്? ഈ നമ്പർ കേൾക്കുന്നവൻ താഴെ കമൻറ്റ് ചെയ്യുക. അത് അവസാനം വരെ കാണുന്നവർ മാത്രമേ ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇതിവിടെ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ പോകാൻ പറ്റില്ല. അതെ അതെ. സോ അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതുപോലെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ 3 പേര് കൂടിയിരുന്ന് ഇതുപോലെ വളിപ്പിടിക്കും. നമ്മൾ ഇടയ്ക്ക് ആക്ച്വലി ഇതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരാനുള്ള പ്ലാനാണ്. നമ്മുടെ കുറച്ച് ആൾക്കാർ മാർച്ചിലൊരു 3 ക്യാമറ എടുക്കണമല്ലേ? മാർച്ചിൽ ആരാ വരുന്നത്? ക്യാമറ കൊടുത്തതിന് സൈഡിൽ വെച്ചാൽ അല്ല, ഞങ്ങൾ ആക്ച്വലി ഇതിപ്പോൾ ഈ പരിപാടി കുറച്ചൊന്ന് മാറിയിട്ട് ഈ നേരെ ഇരിക്കുന്ന പരിപാടി മാറിയിട്ട് നമ്മളെ പ്രോപ്പർലി ഒരു പോഡ്കാസ്റ്റിൻ്റെ മൂഡിലേക്ക് കൊണ്ടുവരാനുള്ളൊരു പ്ലാനുണ്ട്. ബട്ട് അത് നമ്മൾ യൂഷ്വലി കാണുന്ന ഫോർമൽ പോഡ്കാസ്റ്റ് പോലല്ല. നമ്മൾ സംസാരിക്കുന്ന വിഷയം സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ക്യാമറ വാങ്ങിക്കാനുള്ള കാശിടാനുള്ള അക്കൗണ്ട് നമ്പർ. അതെ അതെ അതെ, നമുക്ക് ഒരു ക്യാമറ, നമ്മുടെ കയ്യിലൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ നമുക്കത് വെച്ച് ഞങ്ങൾ 2 ക്യാമറ സെറ്റപ്പായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാനുള്ള പ്ലാനാണ് അടുത്ത. അതാണ് നമ്മുടെ അടുത്ത പരിപാടികൾ. അതെ, ഇപ്പം റിയാക്ഷൻ വീഡിയോയും പരിപാടിയൊക്കെ ചെയ്യാനുള്ള ടൈമില്ല. ഇപ്പം നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ ഒറ്റ ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസത്തിന് 1-2 ദിവസം അല്ലേ, 2 ദിവസം ഇല്ല, നിങ്ങൾ ഒരു ദിവസം വരത്തുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ 2 ദിവസം കാണും. അങ്ങനെ കിട്ടുന്ന ദിവസങ്ങളിൽ എപ്പോഴും നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ബാക്കി എല്ലാ ആഴ്ചയിലും ഇതുപോലൊരു എല്ലാവരും ഉള്ളൊരു വീഡിയോ. ഇപ്പം ഞങ്ങൾ 3 അല്ലാതെ വേറെ ആൾക്കാരൊക്കെ വരും ഇനി. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യാനുള്ള പ്ലാനാണ്. അടുത്ത ആഴ്ച ഉണ്ട് പടം. 28-ാം തീയതി 2-3 പടം ഉണ്ടല്ലോ.
അപ്പോൾ അടുത്ത ആഴ്ചയും സിനിമകളുണ്ട്. അപ്പോൾ സിനിമകളെ കണ്ടിട്ട് നമ്മൾ റിവ്യൂ ആയിട്ട് സെപ്പറേറ്റ് ഇതില്ല വന്നിരുന്നിട്ട് ഇതുപോലെ ഡിസ്കഷൻ പോലെ വീഡിയോ ആയിട്ട് ഡിസ്കഷൻസ് ഉള്ളു. ഡിസ്കഷൻസ് ഓൺലി. ഒരാഴ്ചത്തെ കുത്തിയിരുന്നായിട്ട് വന്ന് ഡിസ്കഷൻ പറയാം. നോ മോർ റിവ്യൂസ്, ഓൺലി ഡിസ്കഷൻ. റിവ്യൂ പറയുന്ന കുറ്റമാണെന്ന് വിചാരിക്കുമല്ലോ, ഡിസ്കഷൻ പറയാമല്ലോ. അതെ 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 അതെ. നമ്മളിനി റിവ്യൂ പറയാൻ മോശം റിവ്യൂ പറഞ്ഞൊന്നും ഇനി ആരും പറയരുത്. കാര്യം എന്താ, ഡിസ്കഷൻ റിവ്യൂ അല്ല, ഇത് ഡിസ്കഷൻ അല്ലേ, അതിൽ മോശമില്ലല്ലോ. അപ്പോൾ കട്ട